സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഭഗവാൻ തന്നെ ബ്രഹ്മാവിനെ ഉപദേശിച്ച വേദാർത്ഥമാണ് ഭാഗവതം. സനാതന ധർമ്മത്തിന്റെ പ്രമാണമാണ് വേദങ്ങളൊക്കെ. വാച്യാർത്ഥത്തില് വേദം 4 വേദങ്ങളാണ്. ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം, അങ്ങനെ 4 വേദങ്ങളാണ്. ആ വേദത്തിന്റെ ഒരു വ്യാഖ്യാനമാണ് ഭാഗവതം. അതായത് പുരാണങ്ങളെല്ലാം തന്നെ വേദത്തിന്റെ വ്യാഖ്യാനമാണ്. വേദത്തിലെല്ലാം വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടാവും. അതിന് സൂത്രവാക്യങ്ങൾ എന്ന് പേര്. ആകെ ഒരു 10 അക്ഷരം കൊണ്ടാണ് വാമനാവതാരം വേദത്തിൽ പറഞ്ഞു വെച്ചത്. ആ 10 അക്ഷരത്തിനെയാണ് 24,000-ത്തിലധികം ശ്ലോകമുള്ള വാമന പുരാണമാക്കി വേദവ്യാസൻ എഴുതിയത്. അതിനെ തന്നെയാണ് 9 അധ്യായത്തിലെ ശ്രീമദ് ഭാഗവതത്തില് വർണ്ണിച്ചത്, അഷ്ടമസ്കന്ധത്തില്. അതേപോലെ 16 അക്ഷരമുള്ളതാണ് ഒരു സൂത്രവാക്യമാണ്. അതിനാണ് വരാഹപുരാണം. ആ വരാഹാവതാരം ഈ 16 അക്ഷരത്തിലാണ് ഒതുക്കിയത് വേദത്തില്. അതിനെ അനവധി അധ്യായങ്ങളോട് കൂടിയിട്ട് വരാഹപുരാണം ആക്കി എഴുതി വെച്ചു വേദവ്യാസം. അപ്പൊ ഇതിനെ വേദത്തിന്റെ വലിയ ഒരു വ്യാഖ്യാനം തന്നെയാണ് ഈ പുരാണങ്ങളൊക്കെ, പ്രത്യേകിച്ചും ഭാഗവതം. അത് സാരം സമുദ്രമാണ്. നൈമിഷാരണ്യത്തിലെ അനവധി മഹർഷിമാരെ ഒരുമിച്ച് കൂടി ഒരു സൽക്കർമ്മം, ഒരു സത്രം അവര് നടത്തി. അനവധി ആളുകൾ ഒരുമിച്ച് കൂടിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കുറെ ആളുകൾ വന്നതുകൊണ്ട് എന്താ കാര്യം? നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ട്, നല്ലത് പറയാൻ വേണ്ടിയിട്ട് മാത്രം ആളുകൾ കൂടണം, അല്ലേ? അല്ലാതെ വെറുതെ ഇങ്ങനെ കൈചുറ്റി മുദ്രാവാക്യം കളിക്കാൻ കുറെ ആളുകൾ കൂടിയിട്ട് എന്ത് കാര്യം? ഒരു പ്രയോജനമില്ല. അപ്പോൾ എപ്പോഴും ആളുകൾ കുറെ അധികം കൂടിയത് കൊണ്ട് മാത്രം ഒരു കാര്യം നന്നാവുകയാണ്. അത് നന്നാവണമെങ്കിൽ അവിടെ നല്ല കാര്യങ്ങളാവണം നടക്കുന്നത്. ഈശ്വര സംബന്ധമായിട്ടുള്ള ആധ്യാത്മികമായ വിഷയങ്ങളെ കുറിച്ച് പറയാനും കേൾക്കാനും കുറെ അധികം ആളുകൾ കൂടിയാൽ അത് നന്നായി എന്ന് പറയാം. അപ്പൊ നൈമിഷാരണ്യത്തില് അനവധി മഹർഷിമാര് വന്നു. അവരെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സത്രം ആരംഭിച്ചത് അവിടെ. അപ്പോ ആ സത്രയാഗത്തിലാണ് സൂതമഹാശയൻ വന്നത്. അവര് സൂതനെ പ്രതീക്ഷിച്ചിരുന്നവരാണ്. സൂതമഹാശയൻ ഈ പുരാണങ്ങളെല്ലാം പറഞ്ഞു. ഭാഗവതം മാത്രമല്ല, ബാക്കിയുള്ള 17 പുരാണങ്ങളും സൂതൻ വിസ്തരിച്ച് പറയാൻ തുടങ്ങി. അപ്പോ എല്ലാ പുരാണങ്ങളും കുറെയൊക്കെ കേട്ടപ്പോൾ മഹർഷിമാര് പറഞ്ഞു, ഇത് ആർക്ക് മനസ്സിലാവും? അല്ലെങ്കിൽ എത്ര പേര് ഇത് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ തയ്യാറുള്ളവരുണ്ട്? ശിവപുരാണാണെങ്കിൽ 24,000 ശ്ലോകമുണ്ട്. ദേവി ഭാഗവതമാണെങ്കിൽ 18,000 ശ്ലോകമുണ്ട്. മഹാഭാരതമാണെങ്കിൽ 1,00,000-ന് മുകളിൽ. ഇതൊക്കെ എങ്ങനെ പഠിച്ച് മനസ്സിലാക്കും? നമ്മൾ എളുപ്പമല്ല. ഭാഗവതം തന്നെ അല്ലേ 14,000 ശ്ലോകമേ ഉള്ളൂ, 18,000 ഗ്രന്ഥം. ആ ഭാഗവതം തന്നെ നമുക്ക് 7 ദിവസം കൊണ്ട് വളരെ വിഷമിച്ചാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്. പിന്നെ അത് കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് വേദവ്യാസം തന്നുണ്ട്. ആ ഭാഗവതം അതാണ് നാരായണീയം. വേദവ്യാസം തന്നെയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടായിട്ട് അവതരിച്ചത് എന്നും ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് നാരായണീയം. അതായത് ഭാഗവതത്തിലെ മുഴുവൻ കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ പാകത്തിന് ചുരുക്കി തന്നതാണ് നാരായണീയം. ഭഗവാന്റെ
ഉപദേശപ്രകാരം അതിനൊരു മഹാത്മ്യം നാരായണീയത്തിനുണ്ട്. അതിനൊരു മഹാത്മ്യം അംഗീകരിച്ച് പറയുന്നതായിട്ട് നാരായണീയത്തിൽ ഒരു മഹാത്മ്യത്തിലുണ്ട്. ഏതായാലും അപ്പൊ അങ്ങനെ അപ്പൊ അത് കുറെ കൂടി ചുരുക്കിയിട്ടുണ്ടോ നാരായണീയം വിയോങ്ക ശാഖയിൽപ്പെട്ട ആ മഹർഷി പരമ്പരയിലെ ഒരു മഹാത്മാവ് 10 ശ്ലോകം കൊണ്ട് നാരായണീയം മുഴുവൻ ചുരുക്കിയിട്ടില്ല. 1000 ശ്ലോകമുള്ള നാരായണീയം 10 ശ്ലോകം ചുരുക്കിയിട്ടില്ല. അപ്പോ അങ്ങനെ നാരായണീയം അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി എഴുതി തന്നു ഭഗവാൻ തന്നെയാണ് അർത്ഥം. എന്താ വെച്ചാൽ ഈ 7 ദിവസമൊക്കെ നമുക്ക് ഇന്ന് ഇത് പഠിക്കാനും ബുദ്ധിമുട്ടാണ്. 24,000 ശ്ലോകവും 100 പ്രകരണമാണ് ഭാഗവതത്തിലുള്ളത്. 100 പ്രകരണമുണ്ട് ഭാഗവതത്തിൽ. ആ 100 പ്രകരണത്തെ വെച്ചുകൊണ്ടാണ് 100 ദശവാക്യം നാരായണീയം എഴുതുന്നത്. വെറുതെ അല്ല 100 ദശവാക്യം ഒരു കണക്കിന് ഇരിക്കട്ടെ വിചാരിച്ചല്ല. ഭാഗവതത്തിലെ 100 പ്രകരണങ്ങളാണ് 100 ദശവാക്യം. അപ്പൊ അങ്ങനെ മഹർഷിമാര് ഇതെല്ലാം കേട്ടപ്പോൾ പറഞ്ഞു ഇതൊന്ന് ഇതിൻ്റെയൊക്കെ സാരം എന്താ? വിഷ്ണു ശിവസൂത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ശിവന്റെ പല പല കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് ശിവപുരാണം എഴുതിയത്. ദുർഗാ സൂത്രങ്ങളൊക്കെ എടുത്തിട്ടാണ് ദുർഗാപുരാണം എഴുതിയത്. വിഷ്ണു സൂത്രങ്ങളെ വിശദീകരിച്ചിട്ടാണ് ഭാഗവതം എഴുതിയത്. ഇതിലെല്ലാം സാരം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ ആ സാരമായിട്ടാണ് ശ്രീമദ് ഭാഗവതം സാരം സാരം സംസ്കൃതം. ഏതസ്മാത് അപരം കിഞ്ചിത് മനഃശുദ്ധിയൈ ന വിദ്യതേ. ഏതസ്മാത് അപരം കിഞ്ചിത് ഇതല്ലാതെ വേറെ ഒന്നില്ല. എന്തിന്? മനഃശുദ്ധിക്ക്. ഇതെല്ലാവരും കേൾക്കേണ്ടതുമാണ്. വാസ്തവം അത്ര വേദ്യം എല്ലാവരും കേൾക്കേണ്ടതാണ്. എന്താ വെച്ചാൽ ഇന്നിപ്പോ ഇല്ലാത്ത മാത്രമേ ഉള്ളൂ, അല്ലെ മനഃശുദ്ധി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഉണ്ട്, നഷ്ടമാരും എന്ത് വേണമെങ്കിലും കിട്ടും. മനഃശുദ്ധി മാത്രം പണം കൊടുത്ത് മേടിക്കാൻ കിട്ടുന്നതല്ല. കാരണം ഇല്ലാത്തതല്ല. എല്ലാവർക്കും മദ്യപാനം ശരിയല്ലാന്ന് അറിയാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? മോഷണം ശരിയല്ലാന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? കൊലപാതകം പാടില്ല എന്നറിയാം. ഇതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ഇത് കാരണം എന്താ? മനഃശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോ ഇതുപോലെ മനസ്സിന് ശുദ്ധി, മനസ്സിൽ നല്ല വികാരങ്ങൾ വരണം. ബലാധിപതി യോഗ്യതാമൊക്കെ അർജുനൻ തന്നെ പറയും ഗീതയിലെ ഭഗവാനോട്. ഇതൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല, മനഃപൂർവ്വമല്ല. പക്ഷെ ബലാധിപതി യോഗ്യത ഏതോ ഒരു ശക്തി പിടിച്ചു വലിക്കുക നമ്മളെ ഓർമ്മയ്ക്ക് എന്തൊക്കെയോ ചെയ്യാമെന്നാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലോ ചികിത്സ ഉള്ളിൽ വേണം. വേണ്ടേ? പുറമൊന്നും ചികിത്സിച്ചിട്ട് കാര്യമില്ല. നല്ല വികാരങ്ങൾ ഉള്ളിൽ കടന്നാൽ മാത്രമേ ചിത്തശുദ്ധി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ നല്ല വികാരങ്ങൾ ഉള്ളിൽ കടക്കണമെങ്കിൽ ഭാഗവതം പോലെയുള്ളത് നമ്മൾ സത്സംഗം ധാരാളം ചെയ്യണം. സത്സംഗം കൊണ്ടാണ് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻമുക്തി. അപ്പോ ആ സത്സംഗം ആണ് ഭാഗവതം. ഭാഗവതത്തിൽ പറയുന്നത് ഈ സത്സംഗം മാത്രമാണ്. സത്സംഗം ചെയ്യുന്നു. സത്സംഗം ചെയ്യാൻ എവിടെ പോകണ്ട. ദിവസവും ഭാഗവതം തുറന്നു വെച്ച് 2 അധ്യായം വായിക്കാൻ സത്സംഗമായി. കാരണം എത്രയെത്ര മഹാത്മാക്കൾ പറഞ്ഞ കാര്യങ്ങളായിട്ട് കിടക്കുന്നതിലെ സൂതശോധന സംവാദം, വിദുരമൈത്രേയ സംവാദം, ശിവപരീക്ഷ സംവാദം എന്ന് തുടങ്ങി എത്ര സത്സംഗങ്ങളാണ് ഭാഗവത്തിൽ. അത് മുഴുവൻ നമ്മൾ ഓരോന്നും ദിവസവും നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ, അല്ലെ, ഭാഗവതം ഓരോ അധ്യായമെങ്കിലും ചുരുങ്ങിയത് ദിവസവും വായിക്കാൻ തുടങ്ങിയാൽ ഈ സത്സംഗം, അതായത് ഈ സജ്ജനങ്ങളുടെ ഒക്കെ വാക്കുകളുടെ അർത്ഥവ്യാപ്തി എന്താണോ അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെത്താനൂരി ഉണ്ട്. അതുകൊണ്ട് സത്സംഗത്തിൽ കാര്യമൊന്നും കൊണ്ട ഭാഗവതം കയ്യിലുണ്ടോ സത്സംഗമായി. നൈമിഷാരണ്യത്തിലുള്ള മഹർഷിമാര് ആ സത്സംഗത്തിന് വേണ്ടി മാത്രമാണ് അവര് അവിടെ ഒരു സത്രം ആരംഭിച്ചത്. അതിന്റെ സുഖം അനുഭവിക്കാൻ വേണ്ടിയാണ്. സത്സംഗത്തിന്റെ സുഖം എന്താന്ന്
സത്സംഗത്തിൽ നിന്ന് ഇന്നലെ മനസ്സിലാകുന്നത്. വേറെ എവിടെ പോയാലും കിട്ടാത്ത ഒരു സുഖമാണ് ഈ സത്സംഗത്തിൽ നിന്ന് കിട്ടുക. പക്ഷെ ഇതൊന്നും വേണ്ടാന്നാണ് പലരും പറയുന്നതാണ്. ഇവിടെ കുറേ ആളുകൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഇത് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ അത്രയും ഇതിലൊരു നിറച്ച ആളുകൾ വന്നിരുന്നിട്ട് ഭാഗവത മാഹാത്മ്യം അല്ലെങ്കിൽ എന്തൊക്കെയോ ഇവിടെ നമ്മളെല്ലാം ചോദിച്ചു. ഇത്രയും ആളുകള് പൊതുവെ ഭാഗവതത്തില് അല്ലെങ്കിൽ സപ്താഹത്തിലൊന്നും ആരും ഉണ്ടാകുന്നില്ല. എന്നൊക്കെ പറയുന്നത് ഉച്ചയ്ക്ക് വീട് കഴിക്കാറാവുമ്പോൾ ആളുകളൊക്കെ വരാം. വീട് കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ഭാഗവത സപ്താഹം എന്ന് വെച്ചാൽ ഊണ് കഴിക്കലാണെന്ന് അതല്ല, സത്സംഗം എന്നാണ് പേര്. കാരണം ഭാഗവത സപ്താഹം നമ്മളൊരു പേര് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സത്സംഗമാണ് നമ്മുടെ മുഖ്യ വിഷയം. അപ്പൊ അതിൽ വന്ന് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇരുന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ത് ഈ സുഖം വേറെ എവിടെയും കിട്ടില്ല. നമ്മൾ ആരാ ഇത് പറഞ്ഞു തരലാണ് സത്സംഗം. ഞാനാര്, നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ കുറിച്ചല്ല, നമ്മളെ കുറിച്ചുള്ള വിദ്യാഭ്യാസം എവിടെയാണോ നമുക്ക് കിട്ടുന്നത് അതാണ് സത്സംഗം. ഇത് വേറെ ഒരു സ്ഥലത്ത് കിട്ടില്ല. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാനില്ല ഞാനാരെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ സത്സംഗത്തിന് വേണ്ടിയാണ് മഹർഷിമാരവിടെ ഈ സത്വയാഗം ആരംഭിച്ചത്. അതിലാണ് സൂതമഹാശയൻ കയറി വന്ന് അവര് സൂതനെ സ്വീകരിച്ചിരുത്തിയിരുന്ന സൂതനി കഥകളൊക്കെ പറഞ്ഞ് പുരാണ സഹായമായിട്ടുള്ള ഭാഗവതമാണ് അവസാനം ഉപദേശിച്ചു കൊടുത്തത്. അത് സ്വാമിയത്തിന് പറഞ്ഞു ശാസ്ത്രം, ഭാഗവതം ശാസ്ത്രം. ശാസ്ത്രം വെച്ചാൽ എന്താ? ഉള്ള കാര്യം മാത്രമേ പറയുള്ളൂ ശാസ്ത്രം. കൂടുതലൊന്നും പറയില്ല, കുറവൊന്നും പറയില്ല. ഉള്ളത് എന്താണോ അത് മാത്രം പറയും, അതാണ് ശാസ്ത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരു ശാസ്ത്രമാണ് ഭാഗവതം അർത്ഥം. ആ ഭാഗവതത്തില് അല്ലെങ്കിൽ ഈ സത്സംഗത്തിൽ വന്ന സൂതനോട് മഹർഷിമാർ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ആ ചോദ്യത്തിനൊക്കെ ഉത്തരവായിട്ട് സൂതൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഭാഗവതത്തില് തുടങ്ങിയ ആദ്യം മുതൽ കുറെ സംശയങ്ങളൊക്കെ തുറന്നു കൊടുത്തു. വേദത്തിന്റെ സാരം എന്താണ്, അതുപോലെ അവതാരങ്ങൾ എന്തൊക്കെയാണ്, ഭഗവാന്റെ കൃഷ്ണാവതാരത്തിന്റെ പ്രയോജനം എന്താണ്, ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം ധർമ്മം എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്, അങ്ങനെ തുടങ്ങിയിട്ട് കുറെ ചോദ്യങ്ങൾ ആദ്യം ചോദിച്ചു മഹർഷിമാര്. അതിനെല്ലാം ഉത്തരം സൂതൻ പറഞ്ഞപ്പോഴാണ് മഹർഷിമാർക്ക് ഒരു സംശയം എന്നുവെച്ചാൽ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടൊരു സംശയം. നമുക്കൊക്കെ പല സംശയങ്ങളും ഉണ്ടാവാം. ആവശ്യമില്ലാത്ത സംശയങ്ങളാണ് നമുക്കൊക്കെ ഉണ്ടാകുന്നത്. അത് വേണ്ടതുപോലെ ശ്രവണം ചെയ്യാത്തതുകൊണ്ടാണ്. നല്ല ശ്രദ്ധയോടെ പരീക്ഷിച്ചതിനെ പോലെ ശ്രവണം ചെയ്താൽ ഒരൊറ്റ സമ്പ്രദായമുള്ളൂ. രണ്ടാമത് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കതിനൊരു പക്വത വരണം. ശ്രവണം കൊണ്ട് കുറെ കഴിഞ്ഞാൽ പക്വത വരും. പക്വത വന്നാൽ പിന്നെ അധികം കേൾക്കൊന്നും വേണം. വിവേകാനന്ദ സ്വാമികള് ചിക്കാഗോ പ്രസംഗമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഭാരതത്തിലെത്തിയിട്ട് അവിടെ യാൽപ്പാണം സിയോണില് യാൽപ്പാണം എന്നുള്ള പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തില് പ്രസംഗിക്കാൻ വന്നപ്പോ ഒരു കൊച്ചു കുട്ടികളെ കുട്ടികളായ കണ്ടില്ല. എന്താ കുട്ടികളൊക്കെ കുട്ടികളായ കണ്ടില്ല. ഓട്ടെ കുറച്ച് കുട്ടികള് മുമ്പിൽ വന്നിട്ടുണ്ട്. ട്രൗസറൊക്കെ ഇട്ട അങ്ങനെയുള്ള കുട്ടികള് സ്വാമിജി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ subject is too deep, time is very short. നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയം വളരെ കൂടുതലാണ്. ടു ഡീപ്. സമയോ വളരെ തുച്ഛ, കുറച്ച് സമയമുള്ളൂ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് മുമ്പിൽ ഒരു കുട്ടി ഇരുന്നിരുന്നു. അതേ കഴിഞ്ഞിട്ട് ഓട്ടോ ഓടി. ആ കുട്ടി ഒരു 20 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. യാൽപ്പാണം മഹായോഗി എന്നുള്ള പേരിൽ തിരിച്ചു. എന്നാണ് നമുക്ക് പക്വത വന്നാൽ ഒരൊറ്റ വാക്ക് മതി. ഗുരുവിന്റെ ഒരേ ഒരു വാക്ക് മതി. ആ ക്ഷണത്തിൽ ഗ്യാപ്പില്ലാണ്ട് പ്രകാശം. ഈ പക്വത വരണത് വരെ നമ്മൾ കുറെ സാധനങ്ങൾ ചെയ്തേ പറ്റൂ. അത് നാമജപമായിട്ടോ ഇല്ലേ, ഭാഗോ,
ഈ നാമജപം വെച്ചാൽ ഭാഗവതം വായിക്കാൻ വെച്ചാൽ എന്താ അറിയോ, നമുക്ക് വേണ്ടി നമ്മൾ സ്വന്തം ചെയ്യുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമല്ല. അല്ലേ, ഒരു അമ്പലത്തിൽ പൂജ കഴിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പണം കൊണ്ടുപോയി ഒരാളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് അയാളെ കൊണ്ട് പൂജ കഴിപ്പിക്കുക. അയാൾ ഉറപ്പിൽ നിൽക്കും, അത് പറയാം. പക്ഷെ ചെയ്യാതൊക്കെ അയാൾ നമ്മളല്ല. നമുക്ക് വേണ്ടി നമ്മൾ സ്വയമായി ചെയ്യുന്ന ഒരേ ഒരൊറ്റ കാര്യം നാമജപം മാത്രമേ. അല്ലാണ്ട് വേറൊന്നില്ല. അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതിന് പിന്നെ എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ വിഷ്ണു സഹസ്രനാമൊക്കെ നമ്മൾ ജപിക്കല്ലേ. വിഷ്ണു സഹസ്രനാമത്തിലെ എന്നൊരു നാമം, അതിന് പരാശര ഭട്ടർ എന്നുള്ള മഹാത്മാവ് വിശിഷ്ടാദ്വൈതത്തിൻ്റെ ആചാര്യനാണ്. അദ്ദേഹം ഒരു വ്യാഖ്യാനം എഴുതി. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, നമുക്ക് വിസ്തരിക്കുന്നില്ല വിഷയമാണ്. അപ്പോ നമ്മള് ജപിക്കുന്ന സമയത്ത് ഭഗവാൻ കൂടെ ജപിക്കും. ഭഗവാൻ കൂടെ ഇരുന്നൊപ്പം ജപിക്കും. നമ്മൾ ജപിക്കും. അപ്പോ വൺവേ അല്ല ഈ ജപം നോക്കോളം. ഭഗവാൻ നമ്മൾ ജപിക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ ജപിക്കുക നമ്മുടെ ഒപ്പം. ഭഗവാനെ ആ നാമസങ്കീർത്തനത്തിന് ഇത്ര വലിയ പ്രാധാന്യമുണ്ടാകുന്ന അർത്ഥം. ഏതായാലും മഹർഷിമാരുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു. വേദസാരം എന്താണ് എന്ന് ചോദിച്ചപ്പോഴേ വേദവ്യാസം പോലും തുറന്നു പറയാത്ത കാര്യം സുഖം പറഞ്ഞപ്പോഴാണ് അവർക്ക് ഭാഗവതം വേദമാണ്, വേദസാരമാണ് ഭാഗവതം. മാത്രമല്ല പത്മപുരാണത്തിൽ മഹാത്മത്തിൽ പറഞ്ഞത് പദേ പദേ ശ്ലോകേ ശ്ലോകേ പദേ പദേ വേദാർത്ഥം. ഓരോ പദത്തിലും ഓരോ ശ്ലോകത്തിലും വേദാർത്ഥമാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ഭാഗവതത്തിലെ ഓരോ വാക്കിനും അർത്ഥം പറയാൻ വളരെ ശ്രദ്ധിക്കണം. അത് യഥാർത്ഥമാണ്, വെറുതെ അല്ല. വേദത്തില് ഇതുണ്ടാവും. ചിലപ്പോൾ ചില സ്ഥലത്ത് ചില അക്ഷരങ്ങൾ കൂടുതലുണ്ടാവും, ചില അക്ഷരങ്ങൾ കുറവുണ്ടാവും. ഈ കൂടുതലുള്ള സ്ഥലത്ത് ആ കൂടുതലുള്ള അക്ഷരം മാറ്റി വരണമെന്നുണ്ടാവും. കുറവുള്ള സ്ഥലത്ത് അതിന് വേണ്ട അക്ഷരം ചേർക്കുകയും വേണം. അതിനൊക്കെയാണ് വേദം പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ആ വേദത്തിന്റെ താല്പര്യമാണെങ്കിൽ ഭാഗവതം എന്ന് വെച്ചാൽ എത്ര മനസ്സിരുത്തി വേണം നമ്മൾ കേൾക്കാനും എത്ര ശ്രദ്ധയോടെ വേണം നമ്മളത് കൈകാര്യം ചെയ്യാൻ. അപ്പൊ അതിനെല്ലാം സാരം ഉണ്ടാവും, ഭഗവത് ഭക്തി ഉണ്ടാകാനാണ്. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ചോദിച്ചത് ഇതെല്ലാം എവിടുന്ന് കിട്ടിയത്. അപ്പോഴാണ് സുഖം പറയുന്നത്, ഇത് ഗംഗാതീരത്ത് പരീക്ഷിത്ത് മഹാരാജാവ് പ്രായോപവേശം ചെയ്തു. എപ്പോഴാണ് അവിടെ സുഖബ്രഹ്മ മഹർഷി വന്നത്, അദ്ദേഹം ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു. സുഖബ്രഹ്മ മഹർഷി പരീക്ഷിക്കുന്നത് ആ ഭാഗവതത്തിൽ നിന്ന് കേട്ടതാണ് ഇത് മുഴുവൻ എന്നാണ് സുഖൻ പറഞ്ഞത്. അപ്പോഴാണ് മഹർഷിമാർ വീണ്ടും ചോദിച്ചു, എപ്പോഴാണ് വേദവ്യാസൻ ഭാഗവതം എഴുതിയത്, അതുപോലെ പരീക്ഷിച്ച് അത് കേൾക്കാൻ എന്താ കാരണം? അപ്പോഴാണ് വേദവ്യാസൻ ഭാഗവതം എഴുതാനുണ്ടായ സംഭവങ്ങളൊക്കെ അവിടെ വിവരിച്ചു. വിഷയം സനാതന ധർമ്മത്തിന്റെ പരമാചാര്യനാണ് വേദവ്യാസൻ. ഇന്ന് നമുക്ക് എന്തൊക്കെ ആധ്യാത്മികം എന്ന് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് മുഴുവൻ വേദവ്യാസന്റെ മകൻ. അതുകൊണ്ടാണ് വ്യാസോച്ഛിഷ്ടം ജഗത്സർവം എന്ന് പറയും. മഹാഭാരതമായാലും വിഷ്ണുപുരാണമായാലും ഈ ഭാഗവതമായാലും എന്തായാലും ഇതെല്ലാം വേദവ്യാസം എന്നതാണ്. വ്യാസപ്രസാദാൽ വ്യാസന്റെ പ്രസാദം കൊണ്ട് ഇതൊക്കെ കിട്ടി. സഞ്ജയൻ പോലും ഭാഗവതത്തിൽ ഭഗവത്ഗീതയുടെ ഒടുവിൽ സഞ്ജയൻ പറയുന്നത് വ്യാസപ്രസാദാൽ ഭഗവാൻ. വ്യാസന്റെ പ്രസാദം കൊണ്ടാണ് ഇതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് വ്യാസനെ വർണ്ണിക്കുമ്പോ ഈ വ്യാസനെ പറ്റി പറയുമ്പോ പറയും ത്രിമൂർത്തികളും വ്യാസനിൽ ഉള്ളതാകുന്നത്. അചതുർവചനോ ബ്രഹ്മ വിവാഹുരപരോ ഹരി അഭാലലോചന ശംഭു ഭഗവാൻ വാദരായ. അചതുർവചനോ ബ്രഹ്മ, 4 തല മുഖമില്ലാത്ത ബ്രഹ്മാവ്, ഒരു മുഖമുള്ള ബ്രഹ്മാവ്. വിവാഹുരപരോ ഹരി, 4 കൈയില്ലാത്ത വിഷ്ണു. അതുപോലെ നെറ്റിയിൽ കണ്ണില്ലാത്ത ശിവൻ. ഇതാണ് വ്യാസൻ എന്നാണ്. അപ്പൊ അങ്ങനെ വ്യാസൻ ജനിച്ച സമയത്ത് തന്നെ പരാശര മഹർഷി പറഞ്ഞു, ഇത്
ശ്രീനാരായണൻ അവതരിച്ചു എന്നാണ്. അതുകൊണ്ട് വ്യാസനെ സ്തുതിക്കാതെ ഭാഗവതമോ പുരാണങ്ങളോ ആരംഭിക്കാൻ പാടില്ല. അതാണ് ഭാരതത്തിലൊക്കെ ആണെങ്കിൽ ഓരോ അധ്യായത്തിലും ഈ ഓരോ പർവ്വത്തിന്റെ ആരംഭത്തിലും വ്യാസനെ സ്തുതിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം വീരയൻ. ഭാഗവതത്തിൽ പേര് എന്താണ്? ജയം. ജയം എന്ന് വെച്ചാൽ ധർമ്മത്തിന്റെ ജയം എന്താണ്? ഇപ്പൊ നമ്മളുടെ പ്രയത്നങ്ങൾ മുഴുവൻ മനുഷ്യരുടെ എത്ര പ്രയത്നമായാലും അതെല്ലാം പരാജയമാണ്. എല്ലാം പരാജയമാണ്. ഇപ്പൊ നമുക്ക് തോന്നാം ഇതൊന്നും പരാജയമല്ല, കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിൽ അനുഭവപ്പെടും ഇതെല്ലാം പരാജയമായിരുന്നു മനസ്സിലാക്കും. അപ്പോ ജയം ധർമ്മം, അത് മാത്രമാണ് ജയം. ആ ധർമ്മത്തിന്റെ വിജയത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ പ്രയത്നം കൊണ്ട് നേടിയെടുത്താലും അതെല്ലാം ഒടുവില് പരാജയമാവും. അവസാനം ഈ ധർമ്മം മാത്രം വിജയിക്കും. ധർമ്മ പ്രോജിത കൈതവ, കാപട്യമില്ലാത്ത ധർമ്മം. ഇതാണ് ഭാഗവതം. ഇത് കാപട്യം. നമ്മുടെ ധർമ്മമൊക്കെ കാപട്യാണ്. ഭക്തി ഒരു ധർമ്മമാണ്. അതൊക്കെ കാപട്യമാണ് അല്ലേ? ഈ ലോകധർമ്മങ്ങൾ മുഴുവൻ കാപട്യമാണ്. 5 രൂപയ്ക്ക് കടൽപ്പഴം മേടിച്ച് ഇവിടെ കൊണ്ട് ദേവിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. എന്റെ അമ്മയെ 5 ലക്ഷം കിട്ടണേന്ന് പ്രാർത്ഥിക്കും. ഇതല്ല നമ്മുടെ ഭക്തി. അതിനല്ലേ നമ്മൾ ഭക്തി എന്ന് പേര് കൊടുത്തത്. അപ്പൊ അതല്ല, ആ ധർമ്മം ഒന്നുമല്ല ഭാഗവതം വർണ്ണിക്കുന്നത്. യാതൊരു കാപട്യവും ഇല്ലാത്ത നിഷ്കളങ്കമായ ധർമ്മത്തെയാണ് വർണ്ണിക്കുന്നത് അർത്ഥം. അതുകൊണ്ട് അതിനല്ലേ ആ വ്യാസന്റെ വരവോട് കൂടിയാണ് എന്ത് ഒന്നായ വേദങ്ങളൊക്കെ 4 വ്യാസൻ. വേദാബ്ജ ഭാസ്കരം വന്ദേന, വേദമാവുന്ന താമരയ്ക്ക് വിടരാനുള്ള അവസരം ഉണ്ടാക്കിയ സൂര്യനാണ് വ്യാസൻ എന്നാണ്. സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിടരുന്നത് അല്ലേ? വേദാബ്ജ ഭാസ്കരം വന്നേ, വേദമാവുന്ന താമരയ്ക്ക് വിടരാനുള്ള ഒരവസരം ഉണ്ടായി വ്യാസൻ കാരണം. ഒന്നായ വേദം 4 വെച്ചു എന്നുവെച്ചാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നും അഭിമാനത്തോടെ നമ്മൾ പറയും, ഞാൻ ഋഗ്വേദിയാണ്, ഞാൻ യജുർവേദിയാണ്, ഞാൻ സാമവേദിയാണ് എന്നൊക്കെ അഭിമാനത്തോടെ നമ്മൾ പറയാനുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരൻ വ്യാസനാണ്. അപ്പൊ വ്യാസൻ എപ്പോഴാണ് ഭാഗവതം രചിച്ചത് എന്നാണ് ഇവിടെ മഹർഷിമാരുടെ ചോദ്യം. വേദം 4 വെച്ചു, മഹാഭാരതം എഴുതി, പുരാണങ്ങൾ കുറെയൊക്കെ എഴുതി. ഭഗവതി വാഴവണ്ണം പറയും, വേദവ്യാസൻ അമ്മയുടെ ജോലി പരിഷ്കരിച്ചു. അമ്മയുടെ ജോലി എന്തായിരുന്നു? വ്യാസന്റെ അമ്മയുടെ ജോലി സത്യവതിയിലെ ഒരു നദിക്ക് അക്കരെ ഇക്കരെ ആളുകളെ കടന്നതാണ് ജോലി. ഈ നദിക്ക് അക്കരെ ഇക്കരെ പോയിട്ട് കാര്യമില്ലാവോ? അവിടെ പോകും, പിന്നെ തിരിച്ചു വരും, പിന്നെ പോകും, തിരിച്ചു വരും. ഇതൊക്കെ അർത്ഥകാമങ്ങളെ നേടാനുള്ള യാത്ര മാത്രമാണ് നമ്മളൊക്കെ. അങ്ങനെ അർത്ഥകാമങ്ങളെ നേടാനല്ല ജീവിത ലക്ഷ്യം. ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. ഈ ലക്ഷ്യബോധം ഇല്ലാതെയാണ് നമ്മളൊക്കെ യാത്ര ചെയ്തത്. അതാണ് കുഴപ്പം. ലക്ഷ്യബോധം ഉണ്ടല്ലോ ലക്ഷ്യത്തെത്തി. വ്യക്തിയെ പോയാൽ നമ്മൾ ലക്ഷ്യത്തെത്തി. രമണ മഹർഷി രസായന കഥ പറയും, ചുങ്കച്ചാവടി തപ്പാതെയാണ്. ചുങ്കച്ചാവടി ചെക്ക് പോസ്റ്റ് നടത്താം. തമിഴിൽ ചുങ്കച്ചാവടി എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റ് നടത്താം. ഒരു കാളവണ്ടിക്കാരനാണ്. അയാളുടെ വണ്ടിയിൽ നിറച്ച് ചന്ദ്രത്തടിയാണ്. അപ്പോൾ നേരെയുള്ള വഴിക്ക് പോയാൽ ചെക്ക് പോസ്റ്റിൽ ചിലപ്പോൾ പിടി വീഴും. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? കാട്ടിൽ കൂടി വളഞ്ഞു പോയി. കുറെ ദൂരം ചിലപ്പോൾ വണ്ടിക്കാരൻ നല്ല ഉറക്കമായി. കാള വണ്ടി വലിച്ചുകൊണ്ട് പോവാ. കാളയ്ക്ക് ഒറ്റ വഴി അറിയാം, ചെക്ക് പോസ്റ്റിലേക്കുള്ള വഴി. നേരെ വിളിച്ചായപ്പോൾ വണ്ടി ചെക്ക് പോസ്റ്റിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ലക്ഷ്യബോധം എന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്താവും? നമ്മൾ ഇതിലേക്ക് പോയാലും ശരി അവിടെ എത്തി കിട്ടും. അപ്പോ അതുകൊണ്ട് ഈ ലക്ഷ്യബോധം ഇല്ലാതെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ജീവിതത്തിൽ അല്ലേ? അപ്പൊ ആ ലക്ഷ്യബോധം എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരുന്നതാണ് ഭാഗവതം. അങ്ങനെ വ്യാസൻ എന്ത് ചെയ്തു? ഈ നദിക്ക് അക്കരെ ഇക്കരെ കിടക്കുന്ന ആളുകളെ പോരാ, അർത്ഥകാമങ്ങളിൽ നിന്ന് വിട്ട് മോക്ഷത്തിലെത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് 4 കൂറ്റൻ കപ്പലുണ്ടാക്കി. സംസാര സമുദ്രം കിടക്കാൻ 4 കപ്പല്, വലിയ കപ്പല.
അതാണ് 4 ഭേദങ്ങൾ. അത് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് ഭയം. അത് കപ്പലിന്റെ വലിപ്പം അത്രയില്ലേ, അതിന്റെ അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റുന്നില്ല, എങ്ങനെ അത് കയറും എന്നൊക്കെയുള്ള ഭയം. അതുകൊണ്ട് കപ്പൽ കുറച്ചുകൂടി ചെറുതാക്കി. അതാണ് മഹാഭാരതം. വേദത്തിലെ ആശയങ്ങളൊന്നും തെറ്റിപ്പോവാതെ, അത് കുറവ് വരാതെ മഹാഭാരതത്തിൽ അതെല്ലാം വർണ്ണിച്ചു വെച്ചു വേണ്ട പോലെ. അതുകൊണ്ടും ആളുകൾക്കൊന്നും വേണ്ടതുപോലെ പ്രയോജനമായില്ല എന്ന് തോന്നി. എന്നിട്ടാണ് പുരാണങ്ങളൊക്കെ നിർമ്മിച്ചത്. ഇത്രയൊക്കെ ചെയ്തിട്ടും വ്യാസന് ഒരു കൃതാർത്ഥത വന്നില്ല എന്നാണ്. നമ്മള് ഒരു ജോലി ചെയ്താൽ നമുക്ക് തന്നെ ഒരു സ്വയം കൃതാർത്ഥത ആണെന്ന് പറയുന്നത്. എന്ത് ജോലി ചെയ്താൽ ഗോപികൾക്കും പ്രഹ്ലാദനും ഒക്കെ ഭഗവാൻ കൊടുത്ത അനുഗ്രഹമാണ് സ്വയം കൃതാർത്ഥത. അനുഗ്രഹമാണ്. എന്ത് ജീവിതത്തിൽ ചെയ്താലും കൃതാർത്ഥത അനുഭവപ്പെടും, മനഃശാന്തി അനുഭവപ്പെടും. ഇതല്ലേ വേണ്ടത്? ഇതിൽ വലുത് എന്താ വേണ്ടത്? വ്യാസൻ ഇതൊക്കെ ചെയ്തിട്ട് ഈ കൃതാർത്ഥത അനുഭവപ്പെട്ടില്ല. എന്തോ പോരായ്മയുണ്ട്. എന്താ കാരണം? നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ നമുക്ക് ആ ചെയ്തത് കൊണ്ട് ഒരു കൃതാർത്ഥത അല്ലെങ്കിൽ ഒരു സന്തോഷം ഇത് അനുഭവപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കണം ഭഗവാൻ സന്തോഷിക്കണം. അത് സന്തോഷിച്ചാലേ അത് അനുഭവപ്പെടുള്ളൂ ഈ കൃതാർത്ഥത. അത് സന്തോഷിക്കാത്തത് കൊണ്ടാണ് ഈ കൃതാർത്ഥത അനുഭവപ്പെടാത്തത്. ഇതൊക്കെ ചെയ്തിട്ട് അപ്പോ വ്യാസൻ ആലോചിച്ചു, ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് കൃതാർത്ഥത അനുഭവപ്പെട്ടില്ല അല്ലേ? നമ്മളാണല്ലോ ഒട്ടുപുതിയ ദിവസം എന്താ ഒരു സുഖമല്ലേ? കുറച്ച് ദിവസമായിട്ട് ഒരു ദിവസത്തിനെ കാണും. അതാണ് കുഴപ്പം. അവനവനെ തന്നെ ആത്മപരിശോധന ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് നമുക്ക് ഈ കൃതാർത്ഥത അനുഭവപ്പെടാത്തത്? ഇത്രയൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ എന്താ ഒരു ശാന്തി അനുഭവപ്പെടാത്തത്, സമാധാനം അനുഭവപ്പെടാത്തത്? എപ്പോഴും ജീവിതത്തിൽ അസ്വസ്ഥത മാത്രമാണല്ലോ. പലർക്കും അതെ, കാണുമ്പോൾ ചിരിക്കാതൊക്കെ ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ അല്ലേ? വർത്തമാനം പറയാൻ തുടങ്ങിയാൽ രണ്ടുപേരും തമ്മിൽ വർത്തമാനം പറയാൻ തുടങ്ങിയാൽ ദുഃഖത്തിന്റെ കഥയിലാണ് സുഖത്തിന്റെ കഥ പറയാൻ ഉണ്ടാവുള്ളൂ. ഒന്നുമില്ല. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ തന്നെ സ്വയം ഒന്ന് ആത്മപരിശോധന ചെയ്താൽ മതി. വ്യാസൻ ആത്മപരിശോധന ചെയ്തു, നമ്മളൊന്നും ചെയ്യാറില്ല. അല്ലാതെ സ്വാർത്ഥപരോലോകസംഗതം, നമ്മളൊക്കെ സ്വാർത്ഥതയുള്ളവരാണ്. ഇതെല്ലാം എനിക്ക് വേണം, എനിക്ക് വേണം, ഈ സ്വാർത്ഥതയാണുണ്ട്. അതുകൊണ്ടാണ് ഭാഗവത് ആരംഭിച്ചപ്പോൾ പറഞ്ഞു നിർമ്മത്സരാണ് സദാ വേദ്യം. നിർമ്മത്സരത മത്സരത, എനിക്ക് കിട്ടട്ടെ, എനിക്ക് കിട്ടട്ടെ, ഇതാണ് മത്സരം. ആ മത്സരത ഉപേക്ഷിച്ച് കിട്ടും. ഈ സ്വാർത്ഥ ചിന്ത ഇല്ലാതിരുന്നാൽ മതി. നമ്മളൊക്കെ സ്വാർത്ഥതയുള്ളവരായതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല എത്രയായിരുന്നു. വ്യാസനൊന്നും ആ ചിന്ത ഇല്ലാത്തതുകൊണ്ട് മനസ്സിലായി. കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിതാം. ഭാഗവത ധർമ്മം വേണ്ടതുപോലെ പറഞ്ഞില്ല എന്ന് വ്യാസനോട് തോന്നി. എന്താ ഈ ഭാഗവത ധർമ്മത്തിന്റെ പ്രത്യേകത? എന്താ ഭാഗവത ധർമ്മം? വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര വാക്കിൽ പറഞ്ഞാൽ വഞ്ചി വെള്ളത്തിൽ കിടന്നോട്ടെ, വഞ്ചിയിൽ വെള്ളം കയറാണെന്നാണ് ഭാഗവത ധർമ്മം. ഒരു വഞ്ചി എത്ര ദിവസം വെള്ളത്തിൽ കിടന്നാലും അത് യാതൊരു കേടും സംഭവിക്കില്ല. അതിനുള്ളിൽ വെള്ളം കയറിയാലോ അത് മുങ്ങി പോകും അല്ലേ? അതേപോലെ എത്ര കാലം ലോകത്തിൽ ജീവിച്ചാലും ലോകം ഉള്ളിൽ കിടക്കാണ്ടിരുന്നാൽ മതി, ആ കുഴപ്പമില്ല. ലോകം ഉള്ളിൽ കയറിയിരിക്കുക, അതാ കുഴപ്പം വെച്ചത്. ജീവിക്കുന്നത് കുഴപ്പമില്ല, വെള്ളം ഉപേക്ഷിക്കാനും പോകണ്ട. ഈ ലോകത്തൊന്നും നമുക്ക് പ്രയോജനപ്പെടണമെന്നല്ലാതെ ബോധ്യമെന്ന് ഉപേക്ഷിക്കാറില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ അല്ലേ? മൊബൈലില്ലാത്ത ഒരാളുണ്ടോ? എല്ലാവരുടെ കയ്യിലും എങ്ങനെയാണ് ഓൺ ചെയ്യണം, എങ്ങനെയാണ് ഓഫ് ചെയ്യണം എന്ന് അറിയാൻ പാടാത്തവരും കൊണ്ടുവരുന്നു. എന്നിട്ട് എവിടെ വെച്ചിട്ടാണ് മണി അടിക്കണമെന്ന് വിഷയമൊന്നുമില്ല. നമ്മൾ ഈ ഇവിടെ ദീപാരാധന കർപ്പൂരാധനയ്ക്ക് മണി അടിക്കപ്പെടാമെങ്കിൽ അവരുടെ മണിയടി വേറെ ആവശ്യമില്ല. കയ്യിൽ കൊണ്ടു നടക്കുകയാണ്. കൊണ്ടു നടക്കണം, ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അമ്പലത്തിൽ നെൽപ്പുഴി കൊണ്ടുവരും അല്ലേ?
ഭാര്യയായിട്ട് തൊഴിലൊന്നും നിൽക്കുമ്പോഴാവും തന്നെ ഉപയോഗിക്കും. ഇത് ലോകം ഉള്ളിൽ കിടന്നുകൊണ്ടാണ് കയ്യിൽ വെക്കരുത്. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. എപ്പോഴും കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്ര അത്യാവശ്യമില്ലാത്ത ഒരു വീട് കിട്ടുള്ളൂ അല്ലേ. പക്ഷെ ഇത് കയ്യിലില്ലെങ്കിൽ ഇന്ന് ഉറക്കം വരില്ല മനുഷ്യൻ. ഒരു ദിവസം ഭക്ഷണം കഴിയും കൊടുക്കില്ല. എന്തായാലും ഈ സാധനം ഞാനൊരു കാലത്ത് പുറത്തുണ്ടാവില്ല. അവിടെ താമസിക്കാൻ വീട്ടിലെത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്നുമില്ല, കുഴപ്പമില്ല. ഇതങ്ങനെയല്ല, എവിടെ പോയാലും കഴിയുമ്പോൾ ഇതൊക്കെ ലോകം മുന്നിൽ കയറിയതിന്റെ കുഴപ്പമാണ്. ഇതൊക്കെ കുറെ ദിവസം കാണാതിരുന്നു ഈ മൊബൈലും ശ്രദ്ധിക്കുക. അതിലൂടെ ഒരു വാർത്ത പോലും നോക്കാതെ ഒരാഴ്ചക്കുള്ളിൽ ഇരുന്നു അറിയാൻ സുഖങ്ങളാണ്. ഇതിനെ കയ്യിൽ പിടിച്ച് നോക്കണേക്കാൾ സുഖമാണ് ഇത് കയ്യിൽ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മനസ്സിലാവും സത്സംഗത്തിൽ വന്നുള്ള സുഖം എന്താണോ അതുപോലെയാണ്. സത്സംഗത്തിൽ വരണമെന്നില്ല എന്നുള്ള ഇത് മനസ്സിലാവാൻ ടി വി കാണാൻ നിന്നാൽ മതി. അമ്പലത്തിൽ വരണമെന്നില്ല, പരദൂഷണം പറയാൻ നിന്നാൽ മതി. നാം ചോദിക്കണമെന്നില്ല. ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കാമെങ്കിൽ നമുക്ക് അതൊരു സുഖം മനസ്സിലാവും, നന്മ മനസ്സിലാവും. ഇതുവരെ ഇല്ലാത്തൊരു സുഖം എവിടുന്നും നമുക്ക് കിട്ടുന്നുണ്ട്. തതപ്പരാം ശാന്തി മൊബൈൽ സാക്ഷാൽ ഭാഗവതം തന്നെ അവസാനം പറയുന്നത്. ഇതൊക്കെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഒരു ശാന്തി വരും. അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. മറ്റു പുരാണങ്ങൾക്ക് ഇല്ലാത്തത് അതാണ്. അപ്പോൾ അതുകൊണ്ട് വേദവ്യാസ മഹർഷി ഈ സ്വാർത്ഥ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഭാഗവത ധർമ്മം വേണ്ടതുപോലെ വർണ്ണിച്ചില്ല എന്ന് വേദവ്യാസൻ തോന്നി. എന്താണ് ഈ നമുക്കത് തോന്നാത്തതോ നല്ലത് ആസ്വദിക്കുമ്പോഴും നമ്മൾ എന്താവുന്നു, ഏതെങ്കിലും വേണ്ടാത്ത ചിന്ത നമ്മളിൽ വരും. ഭാഗവതം കേൾക്കുന്ന സമയത്തും വേണ്ടാത്ത ചിന്ത വരും. ഇത് കേൾക്കൊണ്ടിരിക്കുമ്പോൾ വരും. ഒരു ചെറിയ കഥ പറഞ്ഞാൽ മനസ്സിലാവും. അതാണെങ്കിലും ഈ മുമ്പ് സോൾട്ടുഹില്ലിലാണ് താമസിക്കുന്നത്. ഉപ്പുകുന്ന് സോൾട്ടുഹിൽ. ആ ഉപ്പുകുന്നിലാണ് ഈ മുമ്പിലെ താമസം. ഉപ്പ് തരത്തിൽ ഒരു ദിവസം വേറെ കുടുംബം അവിടെ ഉണ്ട്. ആ മുമ്പ് ഷുഗർ ഹില്ലിലാണ് താമസിക്കുന്നത്, പഞ്ചസാരക്കുന്നിൽ. അപ്പോ ഈ പഞ്ചസാരക്കുന്നിൽ മുമ്പ് വന്നപ്പോൾ ഈ ഉപ്പുകുന്നിന് മുമ്പ് അതിന് സാര ഉപ്പ് കൊടുക്കും കഴിക്കാൻ. അത് കഴിച്ചു. അയ്യേ, ഇതാണ് നീ കഴിക്കുന്നത്, എത്ര മോശമായി സാധനം, എന്റെ കൂടെ നല്ലത് തരാം പഞ്ചസാരക്കുന്നിലേക്ക്. അവിടെ നിങ്ങൾക്ക് ഈ ഉപ്പുകുന്നിലെ ഉപ്പിന്റെ വായിലേക്ക് ഒരു ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കും. അത് കുത്തിട്ടുള്ളൂ. ഇതാപ്പോ നീ നല്ല സാധനമാണെന്ന് പറഞ്ഞത്. ഇതിലൊക്കെ എത്രയോ സാധനമായാലും ഉപ്പുകുന്നിലാണ് എന്റെ അവിടെ ഉപ്പിലാണ് ഉപ്പുകുന്നിലെ ഉണ്ട്. അങ്ങനെ വീണ്ടും പഞ്ചസാര കൊടുക്കും. അപ്പോഴും ഈ ഉപ്പുകുന്നിൽ നമുക്ക് ഉപ്പ് കുത്തികളാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, മറ്റേ ഉപ്പ് ഈ ഉപ്പുകുന്നിൽ നമുക്ക് വായ കുറിച്ചു നമുക്ക് ഈ അതിലൊരു കഷ്ണം ഉപ്പ് വെച്ചിട്ടുണ്ട്. ഈ 30 കഷ്ണം വായിക്കൊണ്ട് അതിനോട് ഓർമ്മ. അപ്പൊ യഥാർത്ഥം ഉദ്ദേശിക്കുമോ? അതുപോലെയാണ് നമ്മളൊക്കെ ഓരോ തരത്തിലുള്ള വേണ്ടാത്ത വിചാരങ്ങൾ കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് ഭാഗവത ഏകാദശി പറയുന്നത്. കായം വിലറ്റോ വിജയ പ്രസംഗ നിസ്സംഗനായിട്ട് വേണം ഇത് കേൾക്കാൻ. ഒരു വേറെ സംഭവമൊന്നും വരരുത്, ഭഗവാൻ മാത്രം. രണ്ടാമതൊരു ചിന്തയില്ലാതെ ഇത് ശ്രവണം ചെയ്യും. അപ്പോഴാണ് ഇത് മനസ്സിലാവുക. ഭാഗവതയുടെ അനുഭവമാണെന്ന് അപ്പോഴാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടുകൊണ്ട് എത്ര ഭാഗവതം ഇവിടെ തന്നെ ആദ്യത്തെ ഭാഗവതം തുടങ്ങി ഞാൻ തുടങ്ങി വരുന്നതാണ്. അതിപ്പോ 25ാമത്തെ വർഷമായി. വളരെ സന്തോഷമുണ്ടെങ്കിൽ തുടർന്ന് പോകുന്നുള്ളത് പോട്ടെ അല്ലേ. എത്രയോ കാലം പറ്റുന്ന അത്രയോ കാലമൊക്കെ. എന്നിട്ട് ഇപ്പൊ എവിടെ വരെ എത്തി? 25 ഭാഗവതം കേട്ട് ഇപ്പോഴും 5 തിരുനക്കര തന്നെയാണ് കേരളം അല്ലേ. LKG കയറിയിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇപ്പോഴും ആ അതേപോലെ തന്നെ ഭാഗവതത്തിലെ ഏകതെങ്കിലും ഒരു ശ്ലോകം, ആ ജന്മാതിശയെന്നുള്ള ശ്ലോകം പോലും ചിലപ്പോ തെറ്റുകൂടാതെ വായിക്കാൻ പറ്റുന്ന സംശയം. 25 ഭാഗവതം കേട്ടിട്ട് മാത്രമല്ല, പെട്ടെന്ന് ഒരു ദിവസം ഭാഗവതം നമ്മുടെ കൂടിയോ ഒന്നും കൃഷ്ണാവതാരാണ് വായിക്കണമെന്ന് വെച്ചോളൂ. എവിടെയാ കൃഷ്ണാവതാരം? ഭാഗവതം നോക്കി അവിടെ ഇവിടെ നോക്കും അല്ലേ. ദശമസ്കൃതത്തിലെ 3ാമത്തെ അധ്യായം കൃഷ്ണാവതാരം. 25 ഭാഗവതം കേട്ടു അത് മറന്നുപോയി. അതാണ് അല്ലേ.
വേണ്ടാത്ത ചിന്തകൾ ഒന്നും വരരുത്. അപ്പോഴാണ് ഭാഗവത ധർമ്മം എന്താണ്, ഭാഗവതം എന്താണ്, ഭഗവത് കഥകൾ നല്ലോണം കേൾക്കുക. ശ്രമിക്കുക. അത് കേട്ട് അതിൽ ആനന്ദിക്കാൻ പഠിക്കണം, അത് സന്തോഷിക്കാൻ പഠിക്കണം. അതാണ് ഭാഗവത ധർമാനുഷ്ഠാനം. അതാണ് വേറൊന്നുമില്ല. ഭഗവത് കഥകളിൽ നിന്ന് കേട്ട് കേട്ട് അതിൽ സന്തോഷിക്കാൻ ആവുന്നുണ്ട്, ആനന്ദിക്കാൻ പഠിക്കണം. അപ്പോഴാണ് ഭാഗവതാനുഷ്ഠാനം ധർമാനുഷ്ഠാനം. അങ്ങനെ ഈ ഭാഗവതത്തിന്റെ പ്രത്യേകത പരമഹംസാനം തദൈവ അച്യുതപ്രിയാണ്. പരമഹംസന്മാർ പോലും ഇഷ്ടപ്പെടുന്നതാണ് ഭാഗവതധർമ്മം. നമ്മളുള്ളവരല്ല, പരമഹംസന്മാരെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഭാഗവതധർമ്മം. അതോ ഭക്തന്മാർ ഇഷ്ടപ്പെടുന്നതാണ് അർത്ഥം. തദൈവയ്ക്ക് അച്യുതപ്രിയ, അതാണ് ഭഗവാൻ പ്രിയ. യോഗ സ്വാമിയാര്, ഭൂദാനം, പൂരമ്മ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭക്തന്മാര് എന്താണോ പറയുന്നത് അത് ഭഗവാൻ ഇഷ്ടം. ഇത് ഭഗവാൻ ശരിയാക്കി കൊടുക്കും. അങ്ങനെയാണ്. അവിടെ നിയമമൊന്നും ഭഗവാൻ ബാധകല്ല, അതൊക്കെ മാറ്റിവെക്കും. ഭക്തന്മാർ പറഞ്ഞാൽ ഒരാൾക്ക് വൈദ്യുതി വേദന, ഗുരുവായൂരൊക്കെ പ്രശ്നമായിട്ട് പറയാറ്. ഒരിക്കലും ഒരാൾക്ക് വൈദ്യുതി വേദന, അത് മാറില്ല, ബുദ്ധിവേദന മാറില്ലേ. അപ്പോൾ വിലോക സ്വാമിയാരോട് ചോദിച്ചു, ഈ വൈദ്യുവേദനയാണ് മാറുമെന്ന്. സ്വാമിയാർ ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ 7 ജന്മത്തേക്ക് വൈദ്യുവേദന മാറില്ല. അയാൾക്ക് വലിയ വിഷമമായി. ചോദിക്കുണ്ടായിരുന്നു തോന്നി. ഇയാൾ ഇന്നലെ ഒരു ദിവസം നടന്നു പൂരമേടെ എത്തിയിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കുറച്ച് പൂരമ. ഇയാൾ ഭക്ഷണം കഴിക്കാൻ വയ്യ, എനിക്ക് വൈദ്യുവേദനയാണ്, ഭക്ഷണം കഴിക്കാൻ വൈദ്യുവേദനയാണ്, കഴിക്കാൻ വയ്യാമെന്ന്. അതൊന്നും കുഴപ്പമില്ല, അച്യുതാനന്ദ ഗോവിന്ദാന്ന് ജനിച്ചോട് ഭക്ഷണം കഴിച്ചോളാം. ഇയാൾ ഈ ഭക്ഷണം കഴിക്കാൻ കൊതിയുണ്ട്, ഈ നാമം ജനിച്ച് ഭക്ഷണം കഴിച്ചു. വൈദ്യുവേദന സംശയമില്ല, പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ അയാള് വിലോക സ്വാമിയാർ വിളിച്ചു. സ്വാമിയാർ പറഞ്ഞില്ലേ മാറിയാന്ന്, ക്രൂരമ പറഞ്ഞല്ലോ അച്യുതാനന്ദ ഗോവിന്ദാന്ന് ചോദിക്കാൻ. അപ്പൊ വൈദ്യുവേദന മാറി. പിറ്റേ ദിവസം സ്വാമിയാർ പൂജ കഴിക്കുന്ന സമയത്ത് ഭഗവാൻ വന്നു ചോദിച്ചു, എന്തിനാ എന്നെ പറ്റിച്ചത്? ക്രൂരമ അച്യുതാനന്ദ ഗോവിന്ദാന്ന് ചോദിക്കുമ്പോഴാണ് വൈദ്യുവേദന മാറിയല്ലോ, എന്നോട് മാറിയാന്നല്ലേ പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞു, ഞാൻ കളവൊന്നും പറഞ്ഞില്ല, മാറിയാന്ന് പറഞ്ഞു സത്യമാണ്. പക്ഷെ അച്യുതാനന്ദ ഗോവിന്ദാന്ന് ജനിച്ചാൽ മാറിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, ഇങ്ങനെ ഏത് നിയമം ഏത് കാര്യം ഭക്തൻ പറഞ്ഞാലും അതിലൊരു പുതിയ നിയമം കൊണ്ടുവരാൻ ഭഗവാൻ വിഷമമൊന്നുമില്ല. ഭഗവാൻ എന്തും സാധിക്കുന്നയാളാ. കർത്തും അകർത്തും അന്യഥാ കർത്തും, അല്ലെ, ഒന്നും മറ്റൊന്നാക്കാനും, അല്ലെ, അതിൽ ഒന്നും ചെയ്യാനിരിക്കാനും എല്ലാം ചെയ്യാനും ഒന്നിനെ വേറൊന്നാക്കാനും ഇതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ഭാഗവത ധർമ്മം. അത് വേദതുപോലെ പറഞ്ഞില്ല എന്നാണ് വേദവ്യാസന് തോന്നിയത് അർത്ഥം. കാരണം വർണ്ണാശ്രമാദീൻ ധർമാൻ, മഹാത്മജിൽ തന്നെ പറഞ്ഞത്, വർണ്ണാശ്രമാദീൻ ധർമാൻ മനുവാദിമുഖേന. വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ മനു തുടങ്ങിയവരെ കൊണ്ട് പറയിപ്പിച്ചു. ഭാഗവത ധർമാൻ സ്വമുഖേന. ഭഗവാൻ പറഞ്ഞതാണ് ഭാഗവത ധർമ്മം. വ്യാസദേവികൾ ദുഃഖിച്ചിരിക്കുകയാണ്. എന്താണ് അമൃതാമൃത വന്നിരിക്കുമ്പോഴാണ് ശ്രീനാഥ മഹർഷി പെട്ടെന്ന് അല്ലെ വ്യാസന്റെ മുന്നിലേക്ക് വന്നത്. എപ്പോഴാണോ നമുക്ക് ഒരു ഗുരുവിന്റെ ആവശ്യം വരുന്നത് അപ്പോൾ ഗുരു വരും. ഇത് ഭാരതീയ സംസ്കൃതിയാണ്. ഗുരുവില്ലാതെ നമ്മൾ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടുകളില്ല. ആധ്യാത്മിക മണ്ഡലത്തിൽ പ്രത്യേകിച്ചു മാത്രമല്ല, ഓരോരനുഗ്രഹേണ ഭഗവാൻ പൂർണ്ണപക്ഷേ. ഈ ദശമസ്കന്ധത്തില് ഈ ഭഗവാൻ തന്നെ ഉദാഹരണം പറയും, ഗുരുവരനുഗ്രഹേണ. ലോകത്തിൽ നിന്ന് ശാന്തി വേണോ ഗുരുവിന്റെ ഈ ഒരു സുഭാഷിതം, ഗുരുവരനുഗ്രഹേണ ഭഗവാൻ പൂർണ്ണപക്ഷേ. ഈ സുഭാഷിതത്തിന്റെ വ്യാഖ്യാനമാണ് ഭാരതം മുഴുവൻ, ഭാഗവതം മുഴുവൻ, ഓരോ കഥകളും. ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് പൂർണ്ണതകളുള്ളത്. അപ്പൊ ആ ഗുരു ഒന്നുകിൽ നമ്മളെ തേടി വരും, അല്ലെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് ഒരു ഗുരു ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് ഗുരുവിനെ തേടി പോയ ഒരാളല്ല. 9 വയസ്സിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ആ കാലടിയിൽ നിന്ന് ഒരു ഗുരുവിനെ തേടി മധ്യപ്രദേശ് വരെ കാൽനടയാക്കി പോയ ഒരാളുണ്ട്. ശങ്കരാചാര്യ സ്വാമികളെ
ഗുരുവിനെ പറ്റി പോയതാണ് മധ്യപ്രദേശ് വരെ 30 വയസ്സിൽ. ഇന്നിപ്പോ നമുക്ക് ഈ റോഡിന്റെ അപ്പുറത്താണ് വീട്, പക്ഷെ ഓട്ടോറിക്ഷ ഇല്ലാണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല. എന്ത് ചെയ്യൂല്ലേ? എന്താ വരാതെ ഓട്ടോറിക്ഷ ഇല്ല, അപ്പുറത്താണ് വീട്. പിന്നെ എങ്ങനെ ഭാഗവതം മനസ്സിലാവും? അതെ, ഗുരുവിന്റെ അനുഗ്രഹം കിട്ടിയെങ്കിൽ അതുപോലെ വ്യാപകം വേണം. അത് എപ്പോഴാണ് നമുക്ക് അത് ആവശ്യം വരുന്നത്, അപ്പോൾ ഗുരു വരും. എവിടുന്നെങ്കിലും എത്തും. ആ ഗുരുവിന്റെ ഉപദേശമാണ് തത്വമസി. ഉപദേശവാക്യാണ് വേറൊന്നുമില്ല. സാമവേദത്തിലാണ്, സാമൂഹ്യോപനിഷത്തിലാണ് തത്വമസി ഉപദേശവാക്യം. പിന്നെ അയമാത്മാ ബ്രഹ്മജ്ഞാനം ബ്രഹ്മാനന്ദങ്ങളൊക്കെ മനനവാക്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ 3 മഹാവാക്യങ്ങൾ വരുന്നത്. 4ാമത്തെ വാക്യമാണ് അഹം ബ്രഹ്മാസ്മി. അത് ശിഷ്യൻ ഗുരുവിനോട് പറയണം. മറ്റു 3 കാര്യങ്ങൾ ഗുരു ശിഷ്യൻ പറഞ്ഞുള്ളത്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള മഹാവാക്യം ശിഷ്യൻ ഗുരുവിനോട് പറയുന്നതാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ ആരാണെന്ന് മനസ്സിലാവുന്നത്. അഹം ബ്രഹ്മാസ്മി പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അഹം അഹം എന്ന് നമ്മൾ പറയാനുണ്ടെങ്കിൽ, ഞാൻ പറയാനുണ്ടെങ്കിൽ ആ ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്ന് ആ അഹം അറിയണം. ഇവിടെ പറയാൻ പറ്റും. ഇതാവശ്യമായിരിക്കട്ടെ. അപ്പൊ അങ്ങനെ വ്യാസൻ ഉദ്ദേശിക്കുമ്പോഴാണ് നാരദനോട് വന്നത്. നാരദനെ സ്വീകരിച്ചിരുത്തി വ്യാസൻ വേണ്ടതൊക്കെ ചെയ്തു, പൂജയെല്ലാം ചെയ്തു. നാരദൻ പറഞ്ഞു, അതെ ആദ്യം പ്രശംസിച്ചു. ഹേമായി അങ്ങയുടെ മഹാഭാരതം മുഴുവൻ വായിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു അകരാധനായിട്ടിരിക്കുന്നതല്ല, മനസ്സിന് മുഖത്തിൽ നോക്കുമ്പോൾ സന്തോഷം പോലല്ലോ എല്ലാ കാരണം. അതെ, പറയേണ്ട മാത്രം പറഞ്ഞില്ല. ധർമ്മത്തിനൊക്കെ വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ ആർക്കാ ധർമ്മം അറിയാത്തത്? ജാനാമി ധർമ്മം നാജമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നാജമേ നിവൃത്തി. വ്യാസം പറയുക, ധർമ്മം എന്താണെന്ന് എനിക്ക് അറിയാം, പക്ഷെ ഞാൻ അത് ചെയ്യാറില്ല. അധർമ്മം എന്താണെന്ന് എനിക്കറിയാം, അത് ഞാൻ വിടാറില്ല എന്നാണ്. ജാനാമി അധർമ്മം നാജമേ നിവൃത്തി, ജാനാമി ധർമ്മം നാജമേ പ്രവൃത്തി. അതുകൊണ്ട് ധർമ്മത്തിനെ കുറിച്ച് ഒരുപാട് വർണ്ണിക്കാനല്ല ആവശ്യം. മനുഷ്യ മനസ്സിന് ശുദ്ധി വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കാര്യങ്ങളാണ് വർണ്ണിക്കുന്നത്. അല്ലേ, ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്നത് അത് ഒന്നുപോയി എന്നാണ് വിളിച്ചത്. ധർമ്മം വിസ്തരിച്ചതുപോലെ ഭഗവാന്റെ ലീലകളൊന്നും മാത്രം വിസ്തരിച്ചില്ല. അങ്ങനെ വിസ്തരിക്കുന്ന സമയത്ത് നാരദൻ പറയുന്നു, പ്രതിശ്ലോകം അബദ്ധവത്യവി, കുറച്ച് തെറ്റു വന്നോട്ടേന്ന്. അതായത് പേടിക്കാനില്ല, ലൈസൻസ് തന്നുണ്ട് നാരദൻ. ഭാഗവതം വായിക്കുമ്പോൾ തെറ്റിപ്പോയാൽ പേടിക്കില്ല. പത്മനാഭോ അമരപ്രഭോ എന്ന് പറയുന്നത് പോലെ മരപ്രഭോ എന്ന് പറഞ്ഞാലും വിരോധമൊന്നുമില്ല. പക്ഷെ അറിഞ്ഞോണ്ട് മരപ്രഭു എന്ന് പറയുന്നു. അറിയാണ്ട് മരപ്രഭോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അമരപ്രഭു മരപ്രഭോ എന്ന് പറഞ്ഞാൽ പ്രതിശ്ലോകം അബദ്ധവത്യവി നാരദൻ പറഞ്ഞു. കുറച്ച് തെറ്റ് വന്നോട്ടെ, ഭാഗവതം പറയാനുണ്ട്, അല്ലെങ്കിൽ ഭാഗവതം വായിക്കുമ്പോഴും പറയുമ്പോഴും വന്നോട്ടെ. പക്ഷെ അത് അബദ്ധാവില്ല, അത് ഭഗവാൻ മാറ്റിക്കോളും. കാരണം ഭഗവാൻ അറിയാം നമുക്ക് എത്രത്തോളം വിവരം ഉണ്ടെന്നല്ലേ. ഇല്ലാത്ത വിവരം ഉണ്ടാകുന്ന അടിക്കാനാണ് കുഴപ്പമുണ്ട്. ഇവിടെ എല്ലാം കുഴപ്പമാ. വിദ്യ കൊണ്ടറിയാതെ വിദ്വാൻ എന്നും നടിക്കുന്നു. ചിലർ എത്ര ഭംഗിയായിട്ടല്ലേ പറയണം. ദിവസവും ഈ സിനിമാ പാട്ട് മൂടാണ്ട് ഈ ജ്ഞാനപാനി പെരുന്നാമകത്ത് മലയാളത്തിലെ 2 വേദങ്ങളാണ്. ജ്ഞാനപാനി പെരുന്നാമകത്ത് ഇതൊക്കെ പറയണം ദിവസവും. കുറച്ച് ഒരു പകുതി ഒരു 10 വരെയെങ്കിലും ഒരു ദിവസം പാടാം. അത് മതി, മുഴുവൻ വേണമെന്നില്ല. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ലീലകൾ പറഞ്ഞത് ശരിയായില്ല എന്നാണ് തോന്നിയത്. കാരണം നാരദൻ പറയുന്നു, അന്ന് മഹാഭാഗ്യവാനാണ്, മഹാഭാഗ്യവാനാണ്. യഥാർത്ഥം അറിയാൻ വേണ്ടിയുള്ള ആളാണ്. വ്യാസന് അറിയാം എന്താണ് ജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മം, ആത്മസാക്ഷാത്കാരം കിട്ടിയെന്നാണ്
യഥാർത്ഥത്തിൽ നവീനാണ്, സത്യസന്ധനാണ്, സൽകീർത്തിമാനാണ്. അതുകൊണ്ട് അതൊരു കാര്യം ചെയ്യുള്ളൂ, സമാധിയിൽ തിരിഞ്ഞോളൂന്നാവുന്നു. അങ്ങനെ സമാധിയിൽ ഇരുന്നാൽ ഇതിനൊക്കെ കിട്ടും. ഗുരുപദേശമാണ് അല്ലേ? ഭാഗവതം നമ്മുടെ ഉള്ളിൽ കളിക്കേണ്ട. ഭാഗവത സ്വരൂപിയായ ഭഗവാൻ നമ്മളൊക്കെ ഉള്ളിലിരിപ്പുണ്ട്. ആ ഉള്ളിലിരിക്കുന്ന ഭാഗവത സ്വരൂപിയെ ഉണർത്തണം അല്ലേ? ആ ഉണർത്താൻ വേണ്ടിയാണ് ഇവിടെ ഗുരുവിന്റെ ആവശ്യം. ഈ ഉണർത്തലാണ് ഗുരുവിന്റെ ആവശ്യം. മഹർഷിയൊക്കെ അക്ഷരമാണ് പറയും, എന്താ ഉറക്കം അല്ലേ? ഭഗവാൻ നീ എന്താ ഉള്ളിൽ കിടന്ന് ഒന്നാണോ? അൻപുരക്കൈ കാക്കൾവർ അകത്തിൽ പോകുമ്പോൾ അഹമിനിയില്ലയോ അരിമാശനാണ് അരുണാകർഷണം ചൊല്ലുന്നത്. എന്റെ ഇന്ദ്രിയങ്ങളാവുന്ന അൻപുരക്കൈവർ 5 കള്ളന്മാര് ഇന്ദ്രിയങ്ങള് ഇതിനെ ഉള്ളിൽ കയറി വേണ്ടാതൊക്കെ ചെയ്യുമ്പോ ഉള്ളിൽ നീ ഇല്ലേന്നാണ് ചോദിക്കുന്നത്. എന്ത് ഉറക്കം? അപ്പൊ ഭഗവാൻ ഉണർത്തണം. അവനവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണം. ഗീതാണ് ദശമസ്കന്ധ ശുദ്ധിഗീത എന്ന അധ്യായമുണ്ട്. അതൊക്കെ ഈ ഭഗവാനെ ഉണർത്താൻ ആവശ്യം. ഉള്ളിൽ കിടക്കുന്നത് ലോകത്തില് ആദ്യമായിട്ട് സുപ്രഭാതമൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ വരുന്നത്. വെങ്കടേശ സുപ്രഭാതവും അങ്ങനെ പല സുപ്രഭാതമൊക്കെയാണ്. ആദ്യ സുപ്രഭാതം നമ്മൾ എഴുതണം, വേദത്തിൽ തന്നെയാണ് ആദ്യ സുപ്രഭാതം. കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല. ഇതെല്ലാം രാമായണത്തിലുള്ളതാണ്. വിശ്വാമിത്രൻ പാടാറാണ് സുബ്ബലക്ഷ്മി പാടണം. രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രൻ ഉണർത്തം പാടാണത്. കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ. അതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ സുപ്രഭാതങ്ങളും ഉണ്ടായത്. ആദ്യത്തെ സുപ്രഭാതം അതാണ് ശരിക്കുള്ള സുപ്രഭാതം. അതാണ് അവരവരുടെ ഉള്ളിലുള്ള ഭഗവാനെ രാവിലെ ഉൾച്ചുണക്കലാ സുപ്രഭാതം. അല്ലാണ്ട് വെങ്കടേശ സുപ്രഭാതം നമ്മൾ പാടണ്ട, അവരൊക്കെ ഉറങ്ങുന്നേ ഇരിക്കും. നമ്മുടെ ഉള്ളിൽ ഭഗവാനെ ഒന്ന് ഉണർത്തണം, അതാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം. അപ്പൊ അതുകൊണ്ട് അങ്ങ് സമാധി എന്നുള്ള അവസ്ഥ പ്രാപിച്ചാൽ ഇതൊക്കെ മനസ്സിലാവും. സമാധി അനുസ്മരണം ജ്യേഷ്ഠികം അല്ലേ എന്നാണ് നാരദൻ പറഞ്ഞത്. കാരണം അങ്ങയുടെ അവതാരം തന്നെ എന്തിനാണ്? ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോ സാധാരണ ജനങ്ങളൊക്കെ ത്രിഗുണങ്ങള് സ്വാധീനത്തിലാണ് എല്ലാവരും. അതെ, ഈ 3 ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം മാറ്റിമറിച്ച് കൊണ്ട് നടക്കുന്നത്. ചിലർക്ക് സത്വഗുണം അധികം ഉണ്ടാവും, ചിലർക്ക് തമോഗുണമാവും, ചിലർക്ക് രജോഗുണം. ഈ 3 ഗുണങ്ങൾ ഒരേപോലെ നിന്നാൽ പിന്നെ ഒന്നുമില്ല, ഒരു പ്രവർത്തനങ്ങളും അവിടെ നടക്കുകയാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാസമേയായി ഈ 3 ഗുണങ്ങൾ ഒരുപോലെ വന്നാൽ. ഇതിൽ ഏതെങ്കിലും ഒരു ഗുണം വ്യത്യാസം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുക. ആയുർവേദത്തില് പറയും വാദം, പിത്തം, കഫം, അങ്ങനെ 3 കാര്യങ്ങളാണ് ശരീരത്തിൽ രോഗത്തിന് കാരണം. ഇത് 3 സമനിലയിലാണ് ശരീരത്തിൽ നിൽക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, രോഗം വരില്ല. വാദോ പിത്തോ കഫം ഏതെങ്കിലും ഒന്ന് കൂടിയാൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ അപ്പൊ അതിനനുസരിച്ച് രോഗം വരും. അതേപോലെയാണ് ഈ 3 ഗുണങ്ങളും ഒരേപോലെ ശരീരത്തിൽ പ്രവർത്തിക്കുമെങ്കിൽ ഒന്നും സംഭവിക്കില്ല, ശരീരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പരമശാന്തിയിലിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ഗുണം കൂടി വന്നാൽ അല്ലെങ്കിൽ കുറഞ്ഞു വന്നാൽ അപ്പോൾ വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് സാധാരണ ജനങ്ങളൊക്കെ ഈ ത്രിഗുണങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടിട്ട് എന്താകുന്നു? ആത്മജ്ഞാനത്തിന് ശ്രമിക്കാതെ, വേണ്ടത് എന്താണോ അത് ശ്രമിക്കാതെ വിഫലമായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് വ്യാപൃതരാവാണ്. ഒന്നും വേണ്ടാന്നല്ല അർത്ഥം. ഇതൊന്നും ജീവിത ലക്ഷ്യമല്ല, അതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഒന്നും ചെയ്യാതിരിക്കണമെന്നല്ല ഇവിടെ പറയുന്നത്. ഇതൊക്കെ ചെയ്തോളൂ, പക്ഷെ ഇതൊന്നും ജീവിത ലക്ഷ്യമായിട്ട് കാണുന്നത് ലക്ഷ്യം മാത്രമാണ്. ആ ബോധം എപ്പോഴും ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ഈ സുഹൃത്തുക്കളുടെ പിന്നാലെ പലതരത്തിൽ ഓടിക്കൊണ്ടിരിക്കുക മനുഷ്യരല്ലേ. അവർക്ക് ശ്രേയോമാർഗം എന്താണോ അത് വെളിവാക്കലാണ് അങ്ങയുടെ കർത്തവ്യം. ഇതാണ് നാരദൻ. ജനങ്ങൾക്ക് എന്താണ് ശ്രേയസ് അത് വെളിവാക്കണം, അത് കൊടുക്കലാണ് അങ്ങയുടെ കർത്തവ്യം. തസീവോ പറയതേവ ഗോവിത. സാധാരണ മനുഷ്യരെന്ത് ചെയ്യും?
ഇതില് ലഭ്യതയിൽ ഭ്രമതാം ഉപര്യതാണ്. ഈ സുഖം അന്വേഷിച്ച് എവിടെ വരെ പോകും? ബ്രഹ്മലോകം മുതൽ പാതാളം വരെ വഴി പോകും. സുഖം അന്വേഷിച്ച് എന്താ എന്തിന്റെയൊക്കെ പിന്നാലെ ഓടുന്നത് ഈ സുഖത്തിന് വേണ്ടിയിട്ട്. നല്ലത് അല്ലേ? ഒരു പുതിയ ഒരു ട്രെയിൻ അടുത്തെന്നാണ് അറിയുന്ന വന്ദേ ഭാരതം. കുറച്ച് കഴിയുമ്പോൾ അത് ടിക്കറ്റ് കാണില്ല. അത് കയറി ഇങ്ങനെ കാശ്മീരിലൂടെ പോയാൽ നല്ല സുഖം കിട്ടുമോ? ഇല്ല. എല്ലാവരും അതിനെ പോകാൻ തയ്യാറാവും. ഹിമാലയത്തിന്റെ അടിയിൽ എവിടെയെങ്കിലും ഒരു ഗുഹ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ റോഡ. ആ ഗുഹയുടെ ഉള്ളിൽ കൂടി പോയാൽ വേറെ എന്തോ രാജ്യം ചെയ്ത് എത്ര പേരാണ് പോയി തിക്കി തിരക്കി ഗുഹയുടെ ഉള്ളിൽ കൂടി പോയി കത്തുന്നു. അല്ലെ, തപത്തിൽ മാത്രമേ ആകും. എത്ര പേരാണ് ഉള്ളിൽ കൂടി കയറി പോയി ആവശ്യമില്ല. എന്തോ സുഖം കിട്ടുന്നില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് വിദേശത്താണ്. അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും പോയപ്പോ സമുദ്രത്തിന്റെ അടിയിൽ ഒരു ഹോട്ടലുണ്ട്. സമുദ്രത്തിന്റെ അടിയിൽ ഒരു ഹോട്ടൽ. എന്നിട്ട് ഞാൻ അവിടെ പോയി മസാല ദോശ കഴിച്ചു. ഒരു മാസം ശമ്പളം പറഞ്ഞില്ല. അല്ലേ, നമ്മളിപ്പോ ഇവിടെ ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി മസാല ദോശ കഴിച്ചാലും ഈ സമുദ്രത്തിന്റെ അടിയിലെ ഹോട്ടലിൽ പോയി കഴിച്ചാലും സ്വാദം ഒന്ന് തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും അതിനുണ്ടാവില്ല. പക്ഷെ നമുക്കൊരു ചിന്തയുണ്ട്, സമുദ്രത്തിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ സുഖം ഉണ്ടാവും. ഈ സുഖത്തിനാണ് ഓരോ മനുഷ്യൻ. ഇത് ഇവിടെ ഇരുന്നാൽ കിട്ടും, ഒന്നും പോകാതിരുന്നാൽ കിട്ടും. എവിടെ സുഖം, ദുഃഖം, കാമസുഖാപേക്ഷ എന്നാണ് ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞത്. ദുഃഖം ഉണ്ടാവണം എന്തുകൊണ്ടാണ്? സുഖത്തിന് വേണ്ടി എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ ഒക്കെ ദുഃഖം വരും. ദുഃഖം വെറുതെ വരാറില്ലേ? ആരെങ്കിലും ദുഃഖത്തിന് വേണ്ടി ആഗ്രഹിക്കാറുണ്ട്. പ്രഹ്ലാദ സ്തുതി പറയും, ദുഃഖം അയക്കുന്നതാണ്. ഒരാൾ പോലും ദുഃഖം വേണമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാറില്ല, ഒരു പ്രയോഗം ചെയ്യാറ്. പക്ഷെ ദുഃഖം തന്നെ വരാറുണ്ട്. അതുപോലെ സുഖവും. സുഖത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും പ്രവർത്തിക്കുന്നത് അതൊക്കെ നമ്മുടെ പ്രാരബ്ധം എന്ന് പറയുന്നത് പുരാണ ഭാഷയില. അത് സുഖമായ ദുഃഖമായിട്ട് അനുഭവിച്ചേ മതിയാവും. ചിലപ്പോൾ ദുഃഖം വരും. എല്ലാ 25 സപ്താഹം ഞാൻ അവിടെ പോയിരുന്ന് കണ്ട ഇടത്തിൽ അപ്പുറത്ത് എനിക്ക് എന്താ അങ്ങനെ വന്നേ ഭഗവാനെ ചോദിച്ചിട്ട് കാര്യം വരുമ്പോൾ അതാണോ? അതൊക്കെ എല്ലാവരും ചോദിക്കും. ഈ ഗുരുവായൂരപ്പന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ജന്മത്തിന് മുമ്പ് എന്നാ ഈ ഭഗവാന്റെ ഗൃഹത്തിലും 6 പടക്കം പൊട്ടി. ഭഗവാൻ മുമ്പ് ജനിച്ച 6 കുട്ടികളെ കംസൻ കൊന്നു. ഭഗവാനല്ലേ, ദേവകി ഭഗവതല്ലേ? എന്നാൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ചോദ്യമില്ല. സംഭവിക്കുന്നത് അദൃഷ്ടം ആത്മതത്വം യോഗേന സംഖ്യതീനാണ് ഭാഗവതം. അദൃഷ്ടം, ഇതാണ് അദൃഷ്ടം. അതെ, ആത്മാവിന്റെ തത്വം അദൃഷ്ടമാണ്, നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് ചിന്തിക്കാൻ പിടികിട്ടില്ല. ഇത് മനസ്സിലാക്കിയവൻ യോഗേന മുഖ്യം മുഖ്യം മനസ്സിലായത്. അല്ലെങ്കിൽ നമ്മൾ മുഖ്യം. കാരണം ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ എല്ലാവരും നടക്കണം. ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുടെ നടക്കണമെങ്കിൽ അതിലെല്ലാം ഈ ഭഗവാന്റെ കയ്യിൽ പോകാവും. അതില്ലാതെ ഒരു കാര്യം പോലും എല്ലാ കൂടുതലും കഴിച്ചിരിക്കുക. ഇത് മനസ്സിലാക്കി വെച്ചാൽ ദുഃഖിക്ക് വലിയ ജീവിതത്തിൽ. അതിനാണ് ഇതൊക്കെ കേൾക്കുന്നത്. മനസ്സിലാവാനായിട്ട് കേൾക്കുന്നു. പക്ഷേ എനിക്ക് സത്രത്തിൽ മുഴുവൻ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. നാളെ കൃഷ്ണാവതാരം എനിക്ക് പങ്കെടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നാളെ ഒരു കല്യാണത്തിനുണ്ടോ? കല്യാണമാണോ ഭാഗവതാണോ എന്നാണ് ആദ്യം തീരുമാനിക്കണം. എന്നിട്ട് വേണം ഇതിന് കാല് വെക്കാൻ. വെറുതെ കാലത്ത് വെക്കരുത്. ലോക വ്യവഹാരമാണോ ആദ്യം വേണ്ടത്, അതോ ആത്മസാക്ഷാത്കാരമാണോ? ഇത് രണ്ടിലൊന്ന് ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം. ലോക വ്യവഹാരമാണ് വേണ്ടപ്പോഴേക്കൊക്കെ പോകുള്ളൂ. അത് കാര്യമില്ല, സൗകര്യമുള്ള വന്നാൽ മതി. ഇഷ്ടമൊക്കെ കഴിഞ്ഞു സ്വാതന്ത്ര്യമുണ്ട്. ഈ വായിക്കണം ആചാര്യൻ പറയണം. ഈ ആചാര്യനാണ് സ്വാതന്ത്ര്യം, വായന കേൾക്കുന്ന ശ്രോതാക്കൾക്കാണ് സ്വാതന്ത്ര്യം. അതിൽ ചോദ്യമുണ്ട്. ശ്രോതാക്കൾക്കാണ് സ്വാതന്ത്ര്യം, വക്താവിനാണ് സ്വാതന്ത്ര്യം? ശ്രോതാക്കൾക്കാണ്. നമുക്ക് ഇഷ്ടം കഴിക്കും. ഞങ്ങൾക്കത് പറ്റില്ല. ഈ വക്താവിന് പറ്റില്ല. 9:15 സമയം അതുവരെ പിടിക്കണം അല്ലേ? അപ്പൊ അതുകൊണ്ട്
അങ്ങനെ ലോക വ്യവഹാരമാണ് മുഖ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഇതാണ് സുഖം. ഈ ലോകത്തിൽ ഇഷ്ടംപോലെ വിഹരിച്ച് നടക്കാണ് സുഖം. അത് പൊക്കൂടാ. ഇടയ്ക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും വന്നിരുന്ന എന്തെങ്കിലും തോടുക്കി കഴിക്കണ പോലെ ഒന്നും ഭാഗവത ഇടയ്ക്ക് കൊടുക്കുക. അതല്ല ആത്മസാക്ഷാത്കാരാണ് വേണ്ടതെങ്കിൽ അത് വിട്ടേക്കാം. ഭക്ഷണത്തുപോലെ അതാണ് വിടുക. എത്രത്തോളം വിടാൻ പറ്റും അത്രത്തോളം നല്ലത്. നിസ്സംഗമായി ജീവിക്കാൻ പറ്റുക, ഇതിനോട് സംഘമാണ്. എന്തായാലും അങ്ങനെ ഈ ലക്ഷ്യബോധത്തിൽ എത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ ജീവിതം ഉണ്ടാവും. ഈ മനുഷ്യൻ ഈ സുഖാന്വേഷണം പാതാള സുഖത്തിന് വേണ്ടി അല്ലേ, എവിടെ വേണമെങ്കിലും ഏത് അച്ഛൻ വരെ വേണമെങ്കിലും. അപ്പൊ അങ്ങനെ ചുറ്റി നൽകാണ്. അതുകൊണ്ട് സുഖമാണ് എല്ലാവരുടെയും ലക്ഷ്യം തന്നെ. ആ ലക്ഷ്യത്തിൽ ഈ നാളുകളെ തിരിച്ചു കൊണ്ടുവരണം. ഈ ലൗകികമായ സുഖമല്ല, ആധ്യാത്മികമായ സുഖമാണ് സുഖം എന്ന് വേണം. മുജ്ജന്മ കർമ്മത്തിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തൊക്കെയാ ചെയ്തത് നിശ്ചയിക്കില്ല. അതിന്റെ ഫലമായിട്ട് സുഖവും ദുഃഖവും വരും. അതുകൊണ്ട് എന്ത് വേണം? സർവ പ്രയത്നങ്ങളും, നമ്മുടെ ജീവിതത്തിലെ സർവ പ്രയത്നങ്ങളും ഭഗവത് കൃപയ്ക്ക് വേണ്ടിയാവണം, ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടിയാവണം. അങ്ങനെ ധർമാനുഷ്ഠാനത്തെക്കാളും അഭികാമ്യമായിട്ടുള്ളതാണ് ഭഗവത് ഉപാസന. ഈ ധർമ്മങ്ങളൊക്കെ ചിലപ്പോ തെറ്റിപ്പോകും. ഏതെങ്കിലും തരത്തില് അത് പിഴകൾ സംഭവിക്കും. ആ പിഴകൾ സംഭവിച്ചാൽ ചിലപ്പോൾ അർപ്പിക്കും. ഭഗവാനെ ഉപാസിച്ചാലോ ആ ഉപാസിക്കുന്നത് ഒരിക്കലും അപകടം സംഭവിക്കില്ല. ഭഗവത് ഉപാസിക്കുന്നത് സർവകർമാൻ പരിത്യജ്യ മാമേകം ശരണം വരാമെന്ന് ഗീതയിൽ ഭഗവാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടൊരാൾ ശരണം പ്രാപിക്കുകയാണെങ്കിൽ അവനെ മോക്ഷയിഷ്യാമി മാശുചാമ എല്ലാവരും ഞാൻ രക്ഷിക്കും. ഇത് വെറുതെ പറഞ്ഞതല്ല. 18 അക്ഷൗഹിണി സൈന്യങ്ങളെ നടുക്കുവെച്ച് ഭഗവാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അതെ സർവധർമാൻ, സർവ അധർമാൻ അല്ല പറഞ്ഞത്, സർവധർമാൻ. ഏതായി ധർമ്മം? അതോ ജാതി, നീതി, കുല, ഗോത്ര, ഗോരകം. ഇതൊക്കെയാണ് നമ്മളെ നമ്മളാക്കി നിർത്തിയത്. അതൊക്കെയാണ് അല്ലെ. ജാതി, നീതി, കുലം, ഗോത്രം തുടങ്ങിയതാണ്. ആരാന്ന് വെച്ചാൽ ഇന്നയാളാണ്, ഞാൻ പ്രസിഡന്റാണ്, ഞാൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ മറ്റേയാളാണ്, ഞാൻ മാഷാണ്. ഇതൊക്കെയാണ് നമ്മളത് ധരിച്ചുവെക്കുന്നത്. ഇതൊക്കെയാണ് മാറ്റിക്കളയുന്നത്. ഞാൻ ബ്രാഹ്മണൻ, ഞാൻ ക്ഷത്രിയൻ, ഞാൻ വൈശ്യൻ. ഈ ജാതി, നീതി, കുലം, ഗോത്രം ഒക്കെ വിട്ടു കളഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ശേഷിക്കും? ഹിന്ദു ഞാൻ സ്ത്രീയാണോ, ഞാൻ പുരുഷനാണോ? ഹസ്താമലകൻ ശങ്കരാചാര്യരുടെ ശിഷ്യനാണ്. ഹസ്താമലകീയ ഗീതം ഈ ഹസ്താമലകൻ കർണാടകത്തിലാണ്, ശീവേലി ഗ്രാമത്തിലാണ് ജനിച്ചത്. അവിടെ അനവധി യാജ്ഞികന്മാരുള്ള ഒരു കാലമായിരുന്നു. അതിൽ പ്രഭാകരൻ പേരുള്ള യാജ്ഞികരുടെ പുത്രനായിട്ടാണ് ജനിച്ചത്. ജനിച്ചിട്ട് 13 വയസ്സ് വരെ ഉണ്ടാകുന്ന കുട്ടിയാണ്. ഒരക്ഷരമില്ല. ഒരുപാട് ചികിത്സകൾ ചെയ്ത് പ്രയോജനമില്ല. അതിന് ഇന്ന് ആദിശങ്കരാചാര്യ സ്വാമികളോട് പറയാത്ത വൃത്തി കർണാടകത്തിലെത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടുവച്ചു. കണ്ടപ്പോൾ സന്തോഷമായി. ആരാന്ന് മനസ്സിലായി. അവിടെ വെച്ച് ചോദിച്ചു, കുഞ്ഞെ നീ ആരാണ്? എന്നോട് പ്രിയമുണ്ടെങ്കിൽ പറയൂ. അപ്പോൾ പറഞ്ഞു 13 വയസ്സ് വരെ ഉണ്ടാകുന്ന കുട്ടി 13 ശ്ലോകമാണ് ഹസ്താമലകീയ ഗീതം. മലയാളത്തിൽ ധാരാളം വ്യാഖ്യാനമൊക്കെ ഉള്ളത്. ശങ്കരാചാര്യൻ തന്നെയാണ് വ്യാഖ്യാനം എഴുതിയത്. അത് 13 ശ്ലോകം 13 വയസ്സ് വരെ ഉണ്ടാകുന്ന കുട്ടി. ആദ്യത്തെ ശ്ലോകം തുടങ്ങി തന്നെയാണ് നാഹം മനുഷ്യോ നദേവയക്ഷോ. ഞാൻ മനുഷ്യനല്ല, പിന്നെ ദേവനല്ല, യക്ഷനല്ല, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രോ. ഞാൻ ഒന്നുമല്ല. സ്ത്രീയല്ല, പുരുഷനല്ല, ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല. ബ്രഹ്മചാരിയാണോ? ബ്രഹ്മചാരി. വാനപ്രസ്ഥനാണോ? വലി. ഗൃഹസ്ഥനാണോ? ഗൃഹസ്ഥനല്ല. പിന്നെ സന്യാസിയാണ്. ഭിക്ഷു സന്യാസിയല്ല. പിന്നെ നിജബോധരൂപ. ഞാൻ ആത്മസ്വരൂപമാണ് അല്ലെ. ഞാനിതൊന്നും അല്ല വാസ്തവത്തില്. ഞാൻ ആത്മസ്വരൂപം തന്നെയാണ്. ശിവോഹം, സച്ചിദാനന്ദ ശിവോഹം അല്ലേ. ആ ആത്മസ്വരൂപമാണ് ഞാൻ. പക്ഷെ ഈ ആത്മാവിന്റെ മുകളില് നമ്മൾ എടുത്തു വെച്ച അജ്ഞാനമാണ്. ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ ദേവനാണ്, ഞാൻ മഹർഷിയാണ്, ഞാൻ സന്യാസി. ഇതൊക്കെ എടുത്തു വെച്ച അജ്ഞാനം. അതൊക്കെ എടുത്തു വയ്ക്കണം.
ഇതൊക്കെ മാറ്റി വെച്ചാലോ ഇതെല്ലാം തന്നെ പ്രകാശിക്കും. അവിടെ ഉണ്ട്. അതല്ലാത്തതൊക്കെ മാറ്റി വയ്ക്കണം, ഇത് തന്നെ പ്രകാശിക്കും ഇല്ലേ? അപ്പൊ നമ്മുടെ ഒരു ആനക്കൊമ്പ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടാക്കും. ഒരു ശില്പികളെ ശില്പിക്കും അദ്ദേഹം ആ ആനക്കൊമ്പ് കയ്യിലെടുത്ത് അത് നമുക്ക് ശ്രീകൃഷ്ണൻ അല്ലാത്തതൊക്കെ കുറിച്ചുകളി അല്ലേ? ശ്രീകൃഷ്ണൻ അല്ലാത്തതൊക്കെ കുറിച്ചുകളെയാണ് ശ്രീകൃഷ്ണ വിഗ്രഹം കൊണ്ടുവരുമ്പോ ഒന്നും കൊണ്ടുവരില്ല. ഭഗവാൻ അല്ലാത്തത് എന്തൊക്കെയാണോ അതിനൊക്കെ മാറ്റി വെച്ചാൽ ഭഗവാൻ അവിടെ ഉണ്ട്, അത് പ്രകാശിക്കില്ല. അല്ലാത്തതൊക്കെയാണ് ഗീത കയറ്റി വെച്ചിട്ടുണ്ടായി അത് പോയി. അപ്പൊ അതുകൊണ്ട് എല്ലാം ഉണ്ടാവണം, ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി കാണണമെന്നാണ്. ലൗകിക സുഖങ്ങളൊക്കെ എന്താവും? ഒക്കെ ഒന്ന് ഇന്ദ്രജാലം പോലെയല്ലേ ഉള്ളൂ. ഈ ലൗകിക സുഖങ്ങളൊക്കെ ഓരോ സുഖങ്ങളും അനുഭവിക്കുമ്പോൾ നമ്മളെ അടിമാടാക്കല്ലേ. ആദ്യമൊക്കെ ഞാൻ ഇതിലേക്ക് ഭയങ്കര 2 പ്രാവശ്യം വന്നത് അന്നേരമൊക്കെ നിർത്തിയിരുന്നത് ഭയങ്കര. ഇപ്പൊ കസേരയിലിരിക്കേണ്ട ആദ്യം വായനക്കാൻ പറ്റും. ചെറിയ കുട്ടികൾ വരെ കുട്ടികളെ നിർത്തിപ്പിക്കാൻ വലിയ അസുഖം തോന്നിയിട്ടും കുട്ടികളിൽ നിന്ന് നിർത്തിപ്പ് ജീവിക്കാൻ പറ്റും. ഏതായാലും എത്രയായാലും കസേരയിലേക്ക് ആൾക്കാർ വായന കഴിയും. നിലത്തിരുന്നാണ് ഇവർ കേൾക്കുന്നത്, കസേരയിലിരുന്നല്ല. അപ്പോഴേ ശരിയാവുള്ളൂ. വേണ്ടതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് അവരെ നിലത്തൊക്കെ ഇരുന്ന് കേൾക്കണം. പക്ഷെ ഇതാരും കേൾക്കാമോ? ഈ ഒരു സുഖമായി ആ സുഖം കൂടെ അടിമായി ഇനി വിടാൻ പറ്റില്ലാമോ? ഇതിനാണ് മായാന്ന് പേര്. ഇതിനൊക്കെയാണ് ഈ മായാന്ന് പേര്. രാവിലെ എഴുന്നേറ്റാലേ അതുകൊണ്ട് ആദ്യം തന്നെ രാവിലെ വീടും ചായ കൊണ്ട് വരും. നമ്മളെല്ലാം വീടും ചായ കൊണ്ട് വരും. നമ്മൾ മുന്തിരി ചെയ്യാറില്ല. എഴുതിയ തുള്ളിക്ക് 50 ഗ്ലാസ് സ്ഥാപിച്ചാൽ കൊള്ളാം. പക്ഷെ ഇത് അടിമയുന്നുണ്ട്. ഈ ചായ കാപ്പി എന്തെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, എന്നെ ഒന്ന് കുടിക്കൂ, എന്നെ ഒന്ന് കുടിക്കൂ, ആരോടെങ്കിലും പറഞ്ഞല്ലോ. എല്ലാ ദൗർബല്യങ്ങളും നമ്മൾ അങ്ങോട്ട് ചെന്ന് പിടിച്ചു വെച്ച് കൊണ്ടുവന്നതാണ് അല്ലേ? നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പിടിച്ചു വെച്ച് ഇപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പൊ അതൊക്കെ നമുക്ക് വിടാൻ പറ്റാതെയായി, അതിനോടൊക്കെ നമ്മൾ അടിമയായി. ലോകത്ത് സംഭവിക്കുന്നത് ഈ സുഖാനുഭവങ്ങളെല്ലാം അടിമത്വത്തിലേക്ക് വരും. അതില്ലാതെ പറ്റില്ലാതെ വരും. അതുകൊണ്ട് എന്ത് വേണം? ഭജഗോവിന്ദം അല്ലെ? ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയസ്വാമി ഗോവിന്ദനെ ഭജിക്കുക എന്ന് മാത്രമല്ല അതിനർത്ഥം എന്തോ ആധ്യാത്മിക ജീവിതം നയിക്കുന്നു. ആധ്യാത്മിക ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഈ ഭൗതിക ജീവിതത്തിലെ വിട്ടുപതുക്കെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അതാണ് നമ്മുടെ താല്പര്യം. അപ്പൊ അങ്ങനെ ഈ സുഖത്തിന്റെ പിന്നാലെ ഓടി എന്തായി എന്ത് നേടിയിപ്പോ ജീവിതത്തില് എന്തൊക്കെ നേടിയ ചോദിച്ചാൽ ഒരുപാട് വലിയ കെട്ടിടം അല്ലെങ്കിൽ കുറെ സ്ഥലം കുറെ പണം അതിനൊക്കെ നേടിയില്ല. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു സ്ഥലത്ത് അപ്രാപ്ത അശേഷ പുരുഷാർത്ഥ, പ്രാപ്ത അശേഷ അനർത്ഥ. അതാണ് നേടിയത്. അപ്രാപ്ത അശേഷ പുരുഷാർത്ഥ, ധർമാർത്ഥകാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾ ഒന്നും നേടില്ല. ഇതിന് പിന്നാലെ ഓടിക്കും. എന്നിട്ടോ അശേഷ അനർത്ഥ, വേണ്ടാത്ത അനർത്ഥങ്ങളൊക്കെ നേടിവെച്ചു. അതുകൊണ്ടല്ലേ സകലെ സംബന്ധിച്ചത്. അതുകൊണ്ട് ജീവിതത്തില് കുറെ കഴിയുമ്പോഴൊന്നും മാറണ്ടേ? അതും അത്ര മാത്രം ഇരിക്കുന്ന നേരത്ത് തീർച്ചയായും നാമം ചൊല്ലാൻ പറഞ്ഞു. വേറെ ഓട്ടം ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ? ഇത്ര നേരം തന്നെയില്ല. അതുകൊണ്ട് സമാധിയിലിരിക്കൂ. ഇതൊക്കെ മനസ്സിലാവുന്നു പറഞ്ഞു. അങ്ങനെ നാരദന്റെ വാക്കനുസരിച്ചിട്ട് വേദവ്യാസ മഹർഷി സമാധിയിലിരുന്നു. ആ സമാധിയിൽ കണ്ടതാണ് ഭാഗവതത്തെ വിശ്വസിച്ചത്. അതുകൊണ്ട് ഭാഗവത ഒരു സമാധി ഭാഷയാണെന്ന് പറയും. അപ്പോ വ്യാസന് വിശ്വാസം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് തന്നെ കഥയിൽ കൊണ്ടുവന്നു പറഞ്ഞു.
താൻ ആരായിരുന്നു? ദാസീപുത്രനായിട്ട് ജനിച്ചതാണ്. ഉപഗ്രഹങ്ങളിൽ ഗന്ധർവനായിരുന്നു ഈ സംഭവത്തിൽ പറയും. അങ്ങനെ ആ ഗന്ധർവനായിട്ടിരുന്ന താൻ എന്ത് ചെയ്തു? ചില സജ്ജനങ്ങളുടെ അനുവാദമില്ലാതെ സദസ്സിൽ പോയി ഭഗവത് കഥകളൊക്കെ പാടി വയ്ക്കും. അപ്പോഴാണ് അവര് ദാസീപുത്രമായിട്ട് പറയാൻ ശ്രമിച്ചത്. ശാപം വെച്ചാൽ ശിക്ഷ മാത്രമാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് ശാപം എന്ന് പറയുന്നതാണ്. വേറെ കാര്യമില്ല. എല്ലാ ശാപങ്ങളും അത് തന്നെ. അപ്പൊ അതുകൊണ്ട് പിന്നെ ദാസീപുത്രമായിട്ട് ജനിച്ചു എന്നാണ് നാരദൻ പറയുന്നത്. ഒരു സാധാരണ കുടുംബത്തിലാണ് അവിടെ അമ്മയുണ്ട് നാരദന്റെ. പക്ഷെ ആരാണോ നാരദൻ വിഷയമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഗൃഹത്തില് 3-4 മഹർഷിമാർ വന്നു. അവരെ സ്വീകരിക്കാനുള്ള ഒരു സമയം, ഒരു അവസരം നാരദന് കിട്ടി. അവരെ ശുശ്രൂഷിക്കാനായിട്ട് 5 വയസ്സിൽ ഒരു പ്രായമുള്ളൂ. അന്ന് അവരുടെ പിന്നാലെ നടന്ന് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടുകൊടുത്ത് അവർ സത്സംഗം കുറിച്ച് വന്നതായിരുന്നു നാരദന്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പോയി. കാരണം ജീവിതത്തിൽ എന്തോ ഒരു ലക്ഷ്യം വേറെ ഉണ്ടെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഈ മഹർഷിമാരൊക്കെ ഈ കാഷായ വസ്തു വരുമോ? അവർക്ക് ഒന്നും ഇല്ലാത്തവരൊന്നുമല്ല. ഇന്നത്തെ പോലെയല്ല. വിശ്വാമിത്രനെ പോലെയുള്ള രാജാക്കന്മാരാണ്. ഒരു രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാരൊക്കെയാണ് അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഈ കാഷായ വസ്തു പോകുന്നു. അല്ലേ? ഭാരതത്തില് പ്രധാനമായിട്ടുള്ള 3 തരത്തിലുള്ള ആളുകളാണ് പറയുന്നത്. ഒന്ന് അല്ലേ, ഇതൊക്കെ വേണമെന്ന് വെച്ചവരെ പിന്നെ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ അങ്ങനെ പോയി. ഇതൊക്കെ ഉണ്ടായിട്ടും ഒന്നും വേണ്ടാന്ന് വെച്ചവരും ഇവിടെ ആത്മാരാമന്മാരായിട്ട് എന്തൊക്കെയോ സുഖസൗകര്യങ്ങളും ഈ മനുഷ്യന്മാരൊന്നും ഒന്നും ഇല്ലാത്തവരുമായിരുന്നില്ല കാട്ടിൽ പോയത്. നാരദന് മനസ്സിലായി ഇതിൽ എന്തോ ഒരു വലിയ ലക്ഷ്യം വേറെ ഉണ്ട്. ബൃഹദാരണ്യ ഉപനിഷത്തിലൊക്കെ യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയുന്നതനുസരിച്ച് ഒരുപാട് സമ്പത്തുള്ള യാജ്ഞവൽക്യന്റെ കയ്യിൽ ആ സമ്പത്ത് മുഴുവൻ വലിച്ചെറിഞ്ഞാണ് ഞാൻ പോകുന്നത്. അപ്പോഴാണ് മൈത്രേയെ ചോദിച്ചത്, അന്ന് എന്താ ഈ സമ്പത്ത് വലിച്ചെറിഞ്ഞു? ഇതിൽ വലിയൊരു സമ്പത്ത് വേറെ എന്താ അങ്ങനെ? അതുകൊണ്ടാണല്ലോ ഇത് വിട്ടിട്ട് പോകുന്നത്. ആത്മാവ് മൈത്രേയി ചോദിച്ചു, ഈ സമ്പത്ത് എനിക്ക് ഈശ്വരൻ ഞാൻ ഉണ്ടാക്കിത്തരൂ? ഒരിക്കലും ഉണ്ടാക്കിത്തരില്ല. എന്നാൽ എനിക്ക് ഇത് വേണ്ട എന്നാണ് ഒരു ഉപദേശം. അപ്പൊ അതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്പത്ത് അതാണ് ഈശ്വരൻ തന്നെ, അല്ലേ? ആ സമ്പത്ത് കയ്യിലുള്ളവർക്ക് ബാക്കിയൊന്നും സമ്പത്തല്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് മനുഷ്യന്മാര് ഈ വനവാസത്തിൽ പോയത് നാരദന് മനസ്സിലായി കുറച്ച് ദിവസം മുതൽ. മാത്രമല്ല അവര് പറയണ അത്രാനുഭവം കൃഷ്ണകഥാപ്രകായതാണ്. അതാണ് ഒരു സമയമല്ല കിട്ടുമ്പോൾ ഭഗവത് കഥകളൊന്നും ഞാൻ പറയും. അവരുടെ സ്വഭാവം. നമ്മളോ സമയം കിട്ടുമ്പോൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും. വായനകൾ ഒത്തി നേരിട്ട് പോയാൽ മൊബൈലാണ്. പരസ്പരാന്തരം പാവനം ഭഗവത്. അതാണ് ബ്രഹ്മജീവിതത്തിൽ. അതില്ല ഈ മൊബൈലില്ലാത്തവർ അങ്ങനെയല്ല. ഒത്തു കുട്ടികളെ നാളെ എപ്പോഴും അവരുടെ കയ്യിലാണ്. 5 മിനിറ്റ് എവിടെയെങ്കിലും ഇരിക്കാൻ ശ്രമിക്കാൻ വണ്ടിയിൽ പോകുന്നത് രസം. നല്ല തിരക്കാണ്. കമ്പനിയിൽ ചായ വിൽക്കാനുള്ള അവസരം കിട്ടി അപ്പം പോയി പോകുന്നു. എന്തൊരു സംസ്കാരമാണ്. ഭാരതീയ സംസ്കൃതി അങ്ങനെയാണ്. നമുക്ക് വിദേശത്ത് നിന്ന് അതും ഉറപ്പാണ്. അതാണ് അത് പറയും. അധികം നേരം ചെവി മൊബൈൽ വയ്ക്കുന്നത് ചെവി കേടാവും. അധികം നേരം മൊബൈൽ എടുക്കുന്നത് കാത്തിന് കുഴപ്പം വരും. അധികം നേരം മടിയിൽ വയ്ക്കുന്നത് കിഡ്നിക്ക് കുഴപ്പം വരും. മൊബൈലേ ഇതൊക്കെ അവരെന്നെ പറയുന്നതായി ഉണ്ടാക്കി. അങ്ങനെ മനുഷ്യന് എന്നും ഉപദ്രവം ഉണ്ടാക്കുന്ന സാധനങ്ങളെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളൂ, അല്ലേ? നമ്മുടെ ഭാരതീയരോ ഒരിക്കലും മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കാത്തതും എന്നും മനുഷ്യന് ആരോഗ്യപ്രദമായ എത്രയോ കാര്യങ്ങളാണ് കണ്ടുപിടിച്ചു കൊടുത്തത്, അല്ലേ? അതിന് ഒരു വ്യത്യാസമോ ആവശ്യപ്പെട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ കഥകൾ ഇങ്ങനെ കേട്ട് നാരദന്റെ മനസ്സൊക്കെ മാറി. അപ്പോഴാണ് മനസ്സിലായി. പിന്നെ അതുപോലെ ഉച്ഛിഷ്ടകേവ അനുമോദിതൊന്നുമില്ലേ, അല്ലെ? ഉച്ഛിഷ്ടം മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കും. നമ്മളെ പോലെയല്ല. വേടാക്കും വായിക്കുന്നൊന്നുമില്ല. ആവശ്യമുള്ള മാത്രമേ കഴിയുക. ഭക്ഷണം കഴിക്കാൻ രണ്ടാമതൊരു സുഖം തോന്നുന്നു. ചില ആളുകൾ ഭക്ഷണം കഴിക്കാനുള്ള ഉറക്കാൻ വരും. അതിനാണ് ഒരു സംസ്കാരമാണ്. അതാണ് ഭാരതീയ സംസ്കൃതി പഠിക്കുന്നത്.
അതായത് ഉപ്പിലിട്ടത് വിളക്കുമ്പോൾ വായിക്കുന്നു, അതിൻ്റെ ഉപ്പേരി അടുത്ത് വിളക്കുക അത് വായിക്കുന്നു, അത് പപ്പടം കൊണ്ടുപോകുമ്പോൾ ഇടത്തെ കഴിക്കുന്നത് കഴിച്ചിരുന്നു, ഇടത്തെ കഴിക്കുമ്പോൾ ഭക്ഷണം കുറയുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ചോറ് ഉള്ളത് എല്ലാ കാലവും കഴിക്കുന്നു. ഇതാണ് മഹർഷിമാർ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ബാക്കി വരും. അത് കഴിക്കും. ഉച്ചിഷ്ടതയാണ് അനുമോദി സർവസ്വം ഒരു നേരെയുള്ളൂ സർവേ നാമൊരുക്കിയ ഭക്ഷണം. അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആത്മരുചി പ്രചാരകനാണ് അല്ലേ, അവരുടെ ജീവിതത്തിൽ രുചി വന്നു, സജ്ജനങ്ങളുടെ ജീവിതത്തിൽ രുചി വരും. ആത്മരുചി പ്രചാരകരെ നേരത്തെ കുടിക്കണം, അമ്പലത്തിൽ പോകണം, കഥ കേൾക്കണം, ഇതൊക്കെ സാധാരണമാണ്. വളരെ രുചി തോന്നും. അല്ലാണ്ട് സൂര്യന്റെ വെയിൽ മുഖത്ത് അടിക്കണ വരെ കിടന്ന് ഉറങ്ങുന്നില്ല. മഹാഭാരതത്തിൽ പറയും, സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും ഒക്കെ കിടന്ന് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, കൃഷിന്റെ വസ്ത്രമൊക്കെ ആളുകളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ഇതൊക്കെ ചെയ്താൽ ലക്ഷ്മി പോവും. അത് മഹാവിഷ്ണുവായാലും മതി, ലക്ഷ്മി പോകുന്നതാണ്, ഐശ്വര്യം പോവും. അതുകൊണ്ടാണ് നമ്മുടെ അമ്പലങ്ങൾ 4 മണിക്കൊക്കെ തുറക്കുന്നത്. ഐശ്വര്യം പോയിട്ടിരിക്കാൻ മഹാവിഷ്ണുവായാലും ലക്ഷ്മി പോകുന്നതാണ് മഹാഭാരതത്തില്. ഏതായാലും അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതിനാണ് മനസ്സിലായത്, ഈ ശരീരം ഞാൻ തന്നെ സ്വന്തമായ ഞാൻ തന്നെ കൽപ്പിച്ചുണ്ടാക്കിയതാണ് ശരീരം എന്ന് മനസ്സിലായി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാർ പോട്ട സമയമായി. 4 മാസം കഴിഞ്ഞിട്ട് 6 മാസം പോവാണ്. അപ്പോഴാണ് നാരദനടുത്ത് നാരദന് ഉപദേശം കൊടുത്തവര് പുരാണത്തിലാണ് ഈ ഉപദേശം വിസ്തരിച്ച് പറയേണ്ടത്. പുറത്തെന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഉപദേശിച്ചതാണ്. രഹസ്യമായിട്ട് ഭഗവാൻ പറഞ്ഞതായ ഒരു മന്ത്രം അത് ഉപദേശിച്ചു കൊടുത്തു. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ സംഘർഷണായ ശ്ലോകമാണ്. അത് ഓം ജപിച്ചാൽ മന്ത്രാവും. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി എന്ന് ജപിക്കാം. പ്രദ്യുമ്നായ അനിരുദ്ധായ, അതല്ലെങ്കിൽ ഓം ക്ലീന്നുള്ള ബീജാക്ഷരവും ചേർത്തിരിക്കാൻ വേണ്ടി അത് ജപിച്ചാൽ അത് മന്ത്രവാദകരമായിട്ടുള്ള മന്ത്രമായിട്ട് മാറും. നാരദൻ പല ആളുകളും കൂടെ മന്ത്രദീക്ഷ ഭാഗത്ത് ഈ മന്ത്രമാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ സംഘർഷമായിട്ട് പഠിച്ചു വെച്ചുള്ളൂ. ദിവസം 10 പ്രാവശ്യം വളരെ വിശേഷപ്പെട്ടു. അങ്ങനെ അവർ മന്ത്രം ഉപദേശിച്ചു. നാരദൻ മഹർഷിമാർ പോയി. അപ്പോഴാണ് നാരദന് അതിന്റെ കഥ കേൾക്കാനും വലിയ ആഗ്രഹം. പക്ഷെ അങ്ങനെ വിട്ടു പോകാൻ മടി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഭഗവാൻ തന്നെ ആ ബന്ധങ്ങളൊക്കെ മുറിച്ചതാണ് അല്ലേ. ഈ ജീവിത ബന്ധങ്ങളൊക്കെ പലപ്പോഴൊക്കെ പക്ഷെ ഇതെല്ലാം ഭഗവാൻ മുറിച്ചു കളഞ്ഞത്. സമയമാകുമ്പോൾ കാത്തിരിക്കുക. നമ്മളൊക്കെ ഈ വേണ്ട വെച്ച് പോകരുത്, അത് ശരിയാവില്ല. അങ്ങനെ അമ്മ ഈ പാമ്പ് പിടിച്ച് മരിച്ചു നാരദനിപ്പോ അനുഗ്രഹമായിട്ട് തോന്നിയത്. അമ്മയിപ്പോ അനുഗ്രഹമായി അനുഗ്രഹം ധന്യമാന കാരണം അങ്ങനെ വിചാരിക്കാറുണ്ട് അല്ലേ. ഇതൊരു അനുഗ്രഹമാണ്. ചത്തുവിക്കാൻ അല്ല ഈ പ്രപഞ്ചത്തില് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് മനുഷ്യ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിബന്ധാണെന്നുള്ളതാണ് ഇല്ല. അപ്പൊ അത് മനസ്സിലാവും. ഇതെല്ലാം ഈ ബന്ധങ്ങളെല്ലാം ഭഗവത് പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ്. ഇത് ഓരോന്നോരോന്ന് ഇല്ലാതെയാവുമ്പോൾ അത്രയും സംസാരത്തിൽ കൊണ്ടുവന്ന് വിചാരിക്കണം. ഈ ഭഗവാന്റെ അനുഗ്രഹം ആ സംസാരബന്ധം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുവാതെ അനുഗ്രഹം ഒക്കെ അതാണ് പറഞ്ഞത്. ഏതായാലും ഇത് നാരദ പോയി കാട്ടിക്കൂടെ സഞ്ചരിച്ച് പല വഴികളിൽ കൂടിയൊക്കെ സഞ്ചരിച്ച അവസാനം ഭഗവാന്റെ നാമം ജപിച്ചങ്ങനെ സഞ്ചരിച്ച് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ജന്മം അവസാനിച്ചു. ഇന്നത്തെ ജന്മത്തിലെ ബ്രഹ്മാവനമായിട്ട് ജനിച്ചു. നദികൾ വീണ കിട്ടി. ആ വീണയിൽ ഭഗവത് കഥകൾ പാടി സുഖമായി നടക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് എഴുതിക്കോളൂ. ഭഗവത് എല്ലാ പ്രവൃത്തികളും ജീവിതത്തിലെ സകല പ്രവൃത്തികളും ഭഗവത് പ്രേമത്തിന് വേണ്ടി ആവണം എന്ന് ഉറപ്പിച്ച് എഴുതിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് നാരദൻ പോയത്. ഇത് കേട്ട് വ്യാസൻ പോലും നാരദൻ ദേവർഷി ധന്യവുകയും എത്ര ധന്യനാ ദേവർഷി പറയും. അപ്പൊ ആ ധന്യത നമുക്കൊക്കെ ഉണ്ടാവാൻ നമ്മളും ഈ അവസരങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കുക. ദൈവങ്ങളെ
ഭഗവാനെ ദേവിയുടെ മുമ്പിൽ ഇരുന്ന് കുറച്ചു നേരം പറയാൻ ഒരവസരം ഉണ്ടാക്കിക്കുന്നു ദേവി തന്നെ. കാരണം യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇത് എത്തേണ്ടി വന്നത് പിന്നെ തൊട്ടടുത്തുള്ള ബോധാനന്ദം അസോസിയേഷൻ വിദ്യാഭ്യാസം അവിടെ ഒരു സപ്താഹമായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇവിടുന്ന് ഒരാൾ അഗ്നിഭാവനെ കണ്ടത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇവിടെ വരുന്നത്. അങ്ങനെ യാദൃച്ഛികമായിട്ടുള്ള വന്നുകൊണ്ടതാണ്. ജീവിതത്തിലെ പല പല സംഭവങ്ങളും യാദൃച്ഛികമാണ്. ഇതാണ് ആത്മാവിൻ്റെ ഈശ്വര നിശ്ചയം. അപ്പോൾ ആ നിശ്ചയത്തിൻ്റെ പേരിൽ ഒന്നും ആ നിയോഗം അത് പഠനം പോലെ മുന്നോട്ട് ചെയ്തു. എല്ലാം ഭഗവാൻ സന്തോഷത്തിൻ്റെ